There is a famous problem called the Monty Hall problem. നിങ്ങൾ ചിലപ്പോൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. നിങ്ങളൊരു ഗെയിം ഷോയിലാണ്. ഈ ഗെയിം ഷോയിൽ 3 ഡോർസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏതോ ഒരു ഡോറിൻ്റെ പിന്നിൽ ഒരു കാറാണ്, മറ്റ് 2 ഡോർസിൻ്റെ പിന്നിൽ ആടുകളാണ്. നൗ ഓബ്വിയസ്ലി നിങ്ങൾക്ക് കാറാണ് വേണ്ടത്. ഈ ഗെയിം ഷോവിൻ്റെ ഹോസ്റ്റിൻ്റെ പേര് മോണ്ടി ഹോൾ എന്നാണ്. മോണ്ടിക്ക് അറിയാം ഏത് ഡോറിൻ്റെ പിന്നിലാണ് കാർ, ഏത് ഡോറിൻ്റെ പിന്നിലാണ് ആടുകളെന്ന്. മോണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഓക്കെ, ഇഷ്ടമുള്ള ഒരു ഡോർ സെലക്ട് ചെയ്തു എന്ന്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഏത് ഡോറിൻ്റെ പിന്നിലാണ് കാർന്ന്. സോ നിങ്ങൾ റാൻഡംലി ഒരു ഡോർ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ആ ഡോർ നിങ്ങൾ തുറക്കുന്നതിന് മുമ്പ് മോണ്ടി നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് മറ്റൊരു ഡോറ് തുറന്നിട്ട് കാണിക്കുന്നു, ദേ ഇതിൻ്റെ പിന്നിൽ ആടാണെന്ന്. എന്നിട്ട് മോണ്ടി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കിനി നിങ്ങൾ സെലക്ട് ചെയ്ത ഈ ഡോറ് തന്നെ തുറക്കണോ, അതോ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് തുറക്കാത്ത 3ാമത്തെ ഡോറ് തുറക്കണമെന്ന്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ആ ഡോറ് തന്നെ തുറക്കൂ, അതോ നിങ്ങൾ സെലക്ട് ചെയ്യാതെ വെച്ചേക്കുന്ന 3ാമത്തെ ആ ഡോറ് നിങ്ങൾ തുറക്കൂ? നിങ്ങളൊരു റീസണബിൾ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ പ്രോബ്ലി ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, 3 ഡോർസ് ഉണ്ട്, ഒരു കാറേ ഉള്ളൂ. സോ ഏത് ഡോറിൻ്റെ പിന്നിലും കാർ ഉണ്ടാവുള്ള പ്രോബിലിറ്റി 1/3. ഒരു ഡോർ തുറന്ന് മോണ്ടി കാണിച്ചു തന്നു, ആടാണ്. സോ ബാക്കി 2 ഡോർസേ ഉള്ളൂ. ഏത് ഡോറിൻ്റെ പിന്നിലും കാർ ഉണ്ടാവുള്ള പ്രോബിലിറ്റി 1/2. സോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ഡോർ തുറന്നാലും പ്രോബിലിറ്റി 1/2, സ്വിച്ച് ചെയ്ത് മറ്റേ ഡോർ തുറന്നാലും പ്രോബിലിറ്റി 1/2. സോ സ്വിച്ച് ചെയ്താലും സ്വിച്ച് ചെയ്യില്ലെങ്കിലും ഒരുപോലെ തന്നെയാണ്, പ്രോബിലിറ്റി 1/2 തന്നെയാണ്. സോ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം സെലക്ട് ചെയ്ത ഡോർ തന്നെ തുറക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ റീസണിങ് എങ്കിൽ നിങ്ങളുടെ റീസണിങ് ഫെയർ ആണ്, അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണ് നിങ്ങൾ റീസൺ ചെയ്തെങ്കിൽ, വെൽ, യുവർ റീസണിങ് ഇസ് റോങ്. എന്താണ് റീസണിങ്? റീസണിങ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പവർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ടു തിങ്ക്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോം ജഡ്ജ്മെന്റ്സ് ലോജിക്കലി. അതായത് ലോജിക്കലി ചിന്തിക്കാനും കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുമുള്ള കഴിവാണ് റീസണിങ്. ഈ വീഡിയോൻ്റെ ടൈറ്റിൽ ദ ലിമിറ്റ്സ് ഓഫ് റീസൺ എന്നാണ്. ആൻഡ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പല മേഖലകളിൽ, ലാംഗ്വേജ് ആവട്ടെ, ഫിലോസഫി ആവട്ടെ, മാത്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, പല മേഖലകളിൽ മനുഷ്യൻ്റെ മനസ്സിന് റീസൺ ചെയ്യാൻ കഴിയാത്ത പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് ഈ പ്രോബ്ലംസിനെ നമ്മൾ സ്റ്റഡി ചെയ്താൽ മനുഷ്യൻ്റെ റീസണിങ്ങിലുള്ള തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ റീസണിങ് കപ്പാസിറ്റീസിനുള്ള പരിമിതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ലാംഗ്വേജിൽ നിന്ന് തന്നെ തുടങ്ങാം. ലാംഗ്വേജ് എന്ന ഏരിയയിൽ മനുഷ്യൻ്റെ റീസണിങ് പലപ്പോഴും അവനെ ഓരോ പാരഡോക്സസിൽ ചെന്നെത്തിക്കും. എ വെരി ഫേമസ് എക്സാമ്പിൾ is something known as the Epimenides paradox. It dates back to Epimenides, who was a great philosopher and poet. The Epimenides paradox goes like this. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, മലയാളികളെല്ലാം കള്ളന്മാരാണ്, അവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ നമ്മൾ ഒന്ന് റീസൺ ചെയ്താൽ വി ഇമ്മീഡിയറ്റ്ലി റിയലൈസ് ദാറ്റ് ഇറ്റ് ലീഡ്സ് us to a paradox. ഞാൻ എന്താണ് പറഞ്ഞത്? മലയാളികളെല്ലാം കള്ളന്മാരാണ്, അവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദ പ്രോബ്ലം ഇസ്, ഞാനൊരു മലയാളിയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കള്ളനാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല. പക്ഷെ ഞാൻ ഒരു കള്ളനാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന സെൻറ്റൻസ് കള്ളമാണ്, വിച്ച് മീൻസ് മലയാളികൾ കള്ളന്മാരല്ല, അവരെ വിശ്വസിക്കാൻ കൊള്ളാം. ബട്ട് വൺസ് അഗൈൻ ഞാനും ഒരു മലയാളിയാണ്, അപ്പം മലയാളികളൊന്നും കള്ളന്മാരല്ല, അവരെ വിശ്വസിക്കാൻ കൊള്ളാമെങ്കിൽ എന്നെ വിശ്വസിക്കാൻ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് കറക്റ്റാണ്, വിച്ച് മീൻസ് മലയാളികളെല്ലാം കള്ളന്മാരാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. സോ ഇതിൽ എന്താണ് സത്യം? മലയാളികൾ കള്ളന്മാരാണോ, അതോ മലയാളികൾ കള്ളന്മാരല്ലേ? ദ സിംപ്ലർ വേർഷൻ ഓഫ് ദിസ് ഇസ് നോൺ as the liar paradox. The liar paradox is simply this sentence. ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് ആണ് liar paradox. It's this: I am a liar. It says I am a liar, which means I am lying. ഞാൻ കള്ളം പറയാണ്. പക്ഷെ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ then I am not a liar. ഞാൻ കള്ളനല്ല. പക്ഷെ ഞാൻ കള്ളനല്ലെങ്കിൽ ഞാൻ ആദ്യം പറയും സത്യമാണ്, which means I am a liar. So which is true? Am I a liar or am I not a liar? No, ഈ എപ്പിമെൻഡിസ് പാരഡോക്സും ലയർ പാരഡോക്സിനും ഒന്നും സൊല്യൂഷൻസ് ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ആൻഡ് ദെയർഫോർ ഇറ്റ് ഇസ് ബൗണ്ട് ടു ബി ഫോൾട്ടി ആൻഡ് ഹാവ് കോൺട്രഡിക്ഷൻസ്. മനുഷ്യൻ്റെ മനസ്സിനുള്ള അതേ ലിമിറ്റേഷൻസ് ലാംഗ്വേജിനും ഉണ്ട്. Now a lot of paradoxes like these
അറൈസ് ഇൻ ലാംഗ്വേജ് ബിക്കോസ് ഓഫ് ദർ സെൽഫ് റെഫറൻഷ്യൽ നേച്ചർ. സെൽഫ് റെഫറൻഷ്യൽ നേച്ചർ കാരണമാണ് ഈ പാരഡോക്സസ് എല്ലാം ഉണ്ടാകുന്നത്. അതായത് ഒരു സെൻറ്റൻസ് സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആ സെൻറ്റൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു കള്ളനാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ മലയാളികൾ കള്ളന്മാരാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ആ സെൻറ്റൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ എവിടെ നിന്നും ഇൻഫർമേഷൻ എടുക്കുന്നില്ല. സെൽഫ് റെഫറൻസിങ് മോർ ഓഫൻ ദാൻ നോട്ട് ലീഡ്സ് us to paradoxes. A famous example of this is something known as the Barber paradox. The Barber paradox goes like this. ഒരു സാങ്കല്പിക ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരൊറ്റ ബാർബറേ ഉള്ളൂ. ആ ഗ്രാമത്തിൽ ഒരു റൂളുണ്ട്. സ്വയം ഷേവ് ചെയ്യുന്നവർ ബാർബറിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. സ്വയം ഷേവ് ചെയ്യാത്തവർ ബാർബറിൻ്റെ അടുത്ത് പോയേ പറ്റൂ. ഫെയർലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് റൂൾ. സ്വയം ഷേവ് ചെയ്യുകയാണെങ്കിൽ ബാർബറിൻ്റെ അടുത്ത് പോകല്ലേ. സ്വയം ഷേവ് ചെയ്യില്ലെങ്കിൽ ബാർബറിൻ്റെ അടുത്ത് പോയി ഷേവ് ചെയ്യണം. It's fairly easy to understand until you ask the question, ബാർബറിനെ ആര് ഷേവ് ചെയ്യും? ബാർബർ സ്വയം ഷേവ് ചെയ്തില്ലെങ്കിൽ ബാർബറിൻ്റെ അടുത്ത് പോയി ഷേവ് ചെയ്യണം, അതാണ് റൂള്. പക്ഷേ ഇവിടെ ഒരു ഒറ്റ ബാർബറല്ലേ ഉള്ളൂ. സോ ബാർബറിൻ്റെ അടുത്ത് പോയി ഷേവ് ചെയ്യാൻ തുടങ്ങിയാൽ ബാർബർ സ്വയം ഷേവ് ചെയ്യുക തന്നെയാണ്. പക്ഷേ ബാർബർ സ്വയം ഷേവ് ചെയ്യുകയാണെങ്കിൽ റൂൾ അനുസരിച്ച് ബാർബറിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. അപ്പം ബാർബറിന് സ്വയം ഷേവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബാർബർ ഷേവ് ചെയ്യോ, ബാർബർ ഷേവ് ചെയ്യാതിരിക്കുമോ? ബാർബർ ഷേവ് ചെയ്യാനും പറ്റില്ല, ഷേവ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇതും ആസ് ഐ സെഡ് സെൽഫ് റെഫറൻസിങ് കാരണം സംഭവിക്കുന്നതാണ്. മറ്റുള്ളവർ അവനെ ബാർബറായിട്ടാണ് കാണുന്നത്, പക്ഷേ അവനെ തന്നെ ബാർബറായിട്ട് കണ്ട ഇറ്റ് ലീഡ്സ് ടു സെൽഫ് റെഫറൻസിങ് ആൻഡ് ട്രാപ്സ് ഹിം ഇൻ ദ ബാർബേഴ്സ് പാരഡോക്സ്. പാരഡോക്സസ് ക്യാൻ ഓൾസോ അറൈസ് വെൻ വി ആർ വേഗ് വിത്ത് ലാംഗ്വേജ്. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാതെ ഭയങ്കര വേഗമായിട്ട് സംസാരിച്ചാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സം ഇൻട്രസ്റ്റിംഗ് പാരഡോക്സസ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇൻട്രസ്റ്റിംഗ് നമ്പർ പാരഡോക്സ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് സ്റ്റോറി. ഏർലി 1900s GH ഹാർഡി എന്നൊരു മാത്തമാറ്റീഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീനിവാസ രാമാനുജനെ കാണാൻ ചെന്നു. ശ്രീനിവാസ രാമാനുജൻ ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇന്ത്യൻ മാത്തമാറ്റീഷ്യനും ജീനിയസും ആയിരുന്നു. രാമാനുജൻ്റെ അടുത്തെത്തിയ അദ്ദേഹം GH ഹാർഡി പറഞ്ഞു, ഐ കെയിം ബൈ ടാക്സി. മൈ ടാക്സി ക്യാബ് നമ്പർ വാസ് 1729. A rather dull and unremarkable number. I hope it is not an unfavorable omen. അപ്പോൾ രാമാനുജൻ ഒരു 5 സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നോ, ഇറ്റ് ഇസ് ഇൻ ഫാക്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ എക്സ്പ്രസിബിൾ ആസ് ദ സം ഓഫ് 2 cubes in 2 different ways. ആൻഡ് രാമാനുജൻ വാസ് റൈറ്റ്. 1729 നമുക്ക് 1 cube plus 12 cube എന്ന് എഴുതാം. അതേസമയം 9 cube plus 10 cube എന്ന് എഴുതാം. രാമാനുജൻ വെറും നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തതായിരുന്നു. ഈ സ്റ്റോറി ഞാൻ പറയാൻ കാരണം 1729 GH ഹാർഡി പറഞ്ഞതുപോലെ ഒരു ഡള്ളും അൺറിമാർക്കബിൾ നമ്പറും അല്ല. രാമാനുജൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് നമ്പറാണ്. ഇറ്റ്സ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 2 cubes in 2 different ways. നൗ ഞാൻ ഇൻട്രസ്റ്റിംഗ് നമ്പർ പാരഡോക്സിലേക്ക് വരാം. നമുക്ക് ആദ്യത്തെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് വരാം. ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7. ഇവയെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് നമ്പേഴ്സാണ്. 1 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പറാണ്. ദാറ്റ് മേക്സ് ഇറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. 2 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പ്രൈം നമ്പറാണ്. ദാറ്റ് മേക്സ് ഇറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഡ് പ്രൈം നമ്പറാണ്. ദാറ്റ് മേക്സ് ഇറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. 4 ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. 2 × 2 4 ആണ്. 2 + 2 4 ആണ്. ദാറ്റ് മേക്സ് ഇറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. 5 ഒരു പ്രൈം നമ്പറാണ്. ദാറ്റ് മേക്സ് ഇറ്റ് എൻ ഇൻട്രസ്റ്റിംഗ് നമ്പർ. 6 ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. 3 × 2 × 1 = 6. 3 + 2 + 1 = 6. ദാറ്റ് മേക്സ് ഇറ്റ് എൻ ഇൻട്രസ്റ്റിംഗ് നമ്പർ. ഇൻഫാക്ട് ആദ്യത്തെ കുറേ നമ്പേഴ്സ് ഇൻട്രസ്റ്റിംഗ് നമ്പേഴ്സാണ്. ബട്ട് ദാറ്റ് ബെക്സ് ദ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് അൺഇൻട്രസ്റ്റിംഗ് നമ്പർ? ഏറ്റവും ചെറിയ അൺഇൻട്രസ്റ്റിംഗ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് അൺഇൻട്രസ്റ്റിംഗ് നമ്പർ എന്നൊരു നമ്പർ ഇല്ല. കാരണം അതിനൊരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് അൺഇൻട്രസ്റ്റിംഗ് നമ്പർ ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇതാണ് ഇൻട്രസ്റ്റിംഗ് നമ്പർ പാരഡോക്സ്. നൗ ഇൻട്രസ്റ്റിംഗ് നമ്പർ പാരഡോക്സ് ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം ഇസ് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വേഗമായ ഒരു വാക്കാണ്. ഒട്ടും ക്ലിയർ അല്ല. എന്താണ് ഇൻട്രസ്റ്റിംഗ്? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ചിലപ്പോൾ വേറൊരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ഇൻട്രസ്റ്റിംഗ് ഒരു ഭയങ്കര വേഗ് വാക്കാണ്. അതിൻ്റെ ക്ലിയർ ഡെഫിനേഷൻ ഇല്ല. ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ഇങ്ങനെ വേഗമായി സംസാരിക്കാൻ തുടങ്ങിയാൽ ഇൻട്രസ്റ്റിംഗ് നമ്പർ പാരഡോക്സ് പോലെ ഒരുപാട് പാരഡോക്സസ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ ലാംഗ്വേജിനെ പറ്റിയാണ് സംസാരിച്ചത്. നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലാംഗ്വേജിനെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ലാംഗ്വേജ് എന്ന ഫീൽഡിൽ നമ്മുടെ റീസണിങ്ങിൻ്റെ പരിമിതികൾ പലപ്പോഴും നമ്മളെ ഓരോ പാരഡോക്സസിൽ കൊണ്ടെത്തിക്കുമെന്ന്. പക്ഷേ ലാംഗ്വേജ് പോലെയല്ല ഫിലോസഫി. ഫിലോസഫിയിൽ പലപ്പോഴും നമ്മുടെ റീസണിങ്ങിൻ്റെ അപ്പുറത്തുള്ളത് ഓരോ ഡീപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന അതിന് തന്നെ ഒരു എൻ്റയർ വീഡിയോ വരും. സോ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഫിലോസഫിയിൽ
നമ്മുടെ റീസണിങ്ങിൻ്റെ ലിമിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആൻ ഐഡിയ കോൾഡ് ദ ഷിപ്പ് ഓഫ് തീസിസ്. ഷിപ്പ് ഓഫ് തീസിസ് എന്ന് പറയുന്നത് ഫിലോസഫിയിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടാറുള്ള ഒരു ഐഡിയ ആണ്. ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഷിപ്പ് ഓഫ് തീസിസ് ഒരു ഷിപ്പാണ്. അത് കുറേ നാളായിട്ട് പോർട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ പലകകൾ പതുക്കെ ദ്രവിച്ചു പോകാൻ തുടങ്ങിയപ്പം ഓരോ പലകളായിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ പുതിയ പലക വയ്ക്കാൻ തുടങ്ങി. ഒരു പോയിന്റ് എത്തിയപ്പം ഷിപ്പ് ഓഫ് തീസിസിലെ പഴയ 50% പലകളും നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ പലകൾ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ അത് സ്റ്റിൽ ഷിപ്പ് ഓഫ് തീസിസ് ആണ്. അതിനെ നമുക്ക് ഷിപ്പ് ഓഫ് തീസിസ് എന്ന് വിളിക്കാൻ കഴിയും. പോട്ടെ, 50% എന്തിന്? ഷിപ്പ് ഓഫ് തീസിസിലെ 99% പഴയ പലകളും നമ്മൾ എടുത്ത് മാറ്റി, പലകളെല്ലാം മാറ്റി പുതിയ പലകൾ ഫിറ്റ് ചെയ്തു. ഇപ്പോഴും അത് ഷിപ്പ് ഓഫ് തീസിസ് ആണ്. ശരി, പോട്ടെ, കുറച്ചുകൂടെ ഒരു എക്സ്ട്രീം എക്സാമ്പിളിലേക്ക് പോകാം. ഷിപ്പ് ഓഫ് തീസിസ് ഇങ്ങനെ പോർട്ടി കിടക്കുകയാണ്. അതിൻ്റെ പലകകൾ, ഉണ്ടാക്കിയേക്കുന്ന പലകൾ പതുക്കെ ഇങ്ങനെ ദ്രവിച്ചു പോവാണ്. 100 പലകൾ കൊണ്ടാണ് ഷിപ്പ് ഓഫ് തീസിസ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓരോ വർഷവും നമ്മൾ ഓരോ പഴയ പലക മാറ്റി ഒരു പുതിയ പലക റീപ്ലേസ് ചെയ്യും. 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 100 ഒറിജിനലി ഉണ്ടായിരുന്ന 100 പലകളും നമ്മളിങ്ങനെ മാറ്റി, എന്നിട്ട് പുതിയ പലകൾ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഷിപ്പ് ഓഫ് തീസിസ് ഫുൾ പുതിയ പലകളാണ്. പക്ഷേ ഈ മാറ്റി വെച്ച പഴയ പലകൾ കൊണ്ട് നമ്മളൊരു ഷിപ്പ് പണിതു. ഇപ്പോൾ ഇതിൽ ഏത് ഷിപ്പാണ് ഷിപ്പ് ഓഫ് തീസിസ്? ഷിപ്പ് ഓഫ് തീസിസിൽ ഒറിജിനലി ഉണ്ടായിരുന്ന പലകളെല്ലാം കൊണ്ട് നമ്മൾ പുതിയൊരു ഷിപ്പ് പണിതു. പക്ഷേ ഷിപ്പ് ഓഫ് തീസിസിനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പുതിയ പലകൾ വെച്ച് റീപ്ലേസ് ചെയ്യാൻ ചെയ്തു. സോ ഇതാണോ ഷിപ്പ് ഓഫ് തീസിസ്, അതോ ഇതാണോ ഷിപ്പ് ഓഫ് തീസിസ്? നോ, മേ ബി നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ച് എന്തിനാണ് നമ്മൾ വെറുതെ മനസ്സിന് സ്ട്രെയിൻ കൊടുക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഷിപ്പ് ഓഫ് തീസിസ് അത്ര ഒരു സില്ലി ഐഡിയ അല്ല. അത് കുറച്ചുകൂടി സംഭവം സ്ലൈറ്റ്ലി മോർ പ്രൊഫൗണ്ട്, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ഹ്യൂമൻ ഐഡൻറ്റിറ്റി. മനുഷ്യൻ്റെ ശരീരത്തിൽ കോൺസ്റ്റൻ്റ്ലി ആറ്റംസ് റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുക. സോ മച്ച് സോ ദാറ്റ് 5 വർഷം മുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആറ്റംസിലെ 99% ഇപ്പം നിങ്ങളുടെ ശരീരത്തിലില്ല. പുതിയ ആറ്റംസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളും ഇപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളും ഒരേ ആൾ തന്നെയാണോ? 5 വർഷം മുമ്പ് നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിൻ്റെ ക്രെഡിറ്റ് ഇപ്പോഴും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? 5 വർഷം മുമ്പ് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിങ്ങൾ ഇപ്പോഴും ഡിസേർവ് ചെയ്യുന്നുണ്ടോ? നൗ ഐ വോണ്ട് ടു ബി വെരി ക്ലിയർ. നിങ്ങൾ 5 വർഷം മുമ്പ് വേറൊരു മനുഷ്യനായിരുന്നു, അന്ന് ചെയ്ത കുറ്റങ്ങളുടെ ഒന്നും ശിക്ഷ ഇപ്പോൾ ഡിസേർവ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ എം ജസ്റ്റ് സെയിങ് സിംപ്ലി ബൈ വെർച്യൂ ഓഫ് എക്സ്ട്രാപോളേഷൻ ഷിപ്പ് ഓഫ് തീസിസ് തന്നെയാണ് ഹ്യൂമൻ ബോഡിയും. സോ ഇറ്റ് ലീഡ്സ് ടു എ ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റി. പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യൂസിങ് ആൻ എക്സാമ്പിൾ ദാറ്റ് ഫിലോസഫിയിലും പല കോൺസെപ്റ്റ്സും ഹ്യൂമൻ മൈൻഡിൻ്റെ റീസണിങ്ങിനെ അതിൻ്റെ ലിമിറ്റ്സിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, സോ ഫിലോസഫിയിലും ലാംഗ്വേജിലും മനുഷ്യൻ്റെ റീസണിങ്ങിനുള്ള പരിമിതികൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് നമുക്ക് നോളജിലേക്ക് വരാം. നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്ക് എത്ര ഇൻഫർമേഷൻ ഉണ്ട്, എത്ര നോളജ് ഉണ്ട് എന്ന കാര്യം നമ്മുടെ റീസണിങ്ങിനെ വല്ലാതെ ബാധിക്കും. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ പ്രോബ്ലം വി ഡിസ്കസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് വീഡിയോ, ദ മോണ്ടി ഹോൾ പ്രോബ്ലം. മോണ്ടി ഹോൾ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ വീഡിയോൻ്റെ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. നിങ്ങളൊരു ഗെയിം ഷോയിലാണ്, 3 ഡോർസ് ഉണ്ട്. ഇതിൽ ഏതോ ഒരു ഡോറിൻ്റെ പിന്നിൽ ഒരു കാറാണ്, മറ്റ് 2 ഡോർസിൻ്റെ പിന്നിൽ ആടുകളാണ്. നിങ്ങൾക്ക് ഓബ്വിയസ്ലി കാറിനെയാണ് വേണ്ടത്. ഈ ഷോ നടത്തുന്നത് മോണ്ടി ഹോൾ എന്ന് പറഞ്ഞ ഒരാളാണ്. മോണ്ടിക്ക് അറിയാം ഏത് ഡോറിൻ്റെ പിന്നിലാണ് കാറ്, ഏത് ഡോറിൻ്റെ പിന്നിലാണ് ആടുന്നത്. മോണ്ടി നിങ്ങളുടെ അടുത്ത് സെലക്ട് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ റാൻഡംലി ഒരു ഡോർ സെലക്ട് ചെയ്യുന്നു. പക്ഷെ അത് നിങ്ങൾ തുറക്കാൻ പോകുന്നതിന് മുമ്പ് മോണ്ടി നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ഡോർ തുറന്നിട്ട് പറഞ്ഞതേ ഇതിൻ്റെ ബാക്കിൽ ആടാണ്, കാണിച്ചു തരുന്നു ഇതിൻ്റെ ബാക്കിൽ ആടാണെന്ന്. എന്നിട്ട് മോണ്ടി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് 3ാമത്തെ ഡോർ തുറക്കണോ, അതോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത ഡോർ തന്നെ തുറന്നാൽ മതിയോ? നിങ്ങൾ എന്ത് ചെയ്യും? നോ, മോസ്റ്റ് റീസണബിൾ ആൾക്കാർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്. ഓക്കെ, ആദ്യം 3 ഡോർസ് ഉണ്ട്, ഒരു കാറേ ഉള്ളൂ. സോ ഏതെങ്കിലും ഒരു ഡോറിൻ്റെ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/3. അതിനുശേഷം മോണ്ടി ഒരു ഡോർ തുറന്ന് ആടിനെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇനി ബാക്കി 2 ഡോറേ ഉള്ളൂ. സോ ഏതിൻ്റെ പിന്നിലും കാർ ഉണ്ടാവാൻ പ്രോബിലിറ്റി 1/2. സോ ഇത് തുറന്നാലും പ്രോബിലിറ്റി 1/2 ആണ്. ആ 3ാമത്തെ ഡോർ സ്വിച്ച് ചെയ്ത് 3ാമത്തെ ഡോർ തുറന്നാലും പ്രോബിലിറ്റി 1/2 ആണ്. സോ എന്തിനു സ്വിച്ച് ചെയ്യണം? 2ൻ്റെയും പ്രോബിലിറ്റി 1/2 തന്നെ. ഞാൻ എൻ്റെ ആദ്യത്തെ ചോയ്സ് തന്നെ തുറക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ റീസണിങ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ റീസണിങ് തെറ്റാണ്. നിങ്ങൾ ഓൾവേസ് സ്വിച്ച് ചെയ്യണം. നോ, സ്വിച്ച് ചെയ്താൽ 100% അതിൻ്റെ പിന്നിൽ കാർ ഉണ്ടായിരിക്കും, നിങ്ങൾ ജയിക്കും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർ കിട്ടാനുള്ള പ്രോബിലിറ്റി ഭയങ്കരമായി കൂടും. നിങ്ങൾ ആദ്യത്തെ ഡോർ തന്നെ തുറക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബിലിറ്റി 1/3 ആയിരിക്കും കാർ കിട്ടാനുള്ള. പക്ഷെ നിങ്ങൾ സ്വിച്ച് ചെയ്ത് മറ്റേ ഡോർ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർ കിട്ടാനുള്ള പ്രോബിലിറ്റി 2/3 ആവും.
വൺസ് അഗൈൻ ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ പറയുന്നത് 3 ഡോർസ് ഉണ്ട്. നിങ്ങൾ അതിൽ ഏതൊരെണ്ണം തുറക്കാൻ പോയപ്പോൾ മോണ്ടി നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു ഡോർ തുറന്ന് ആടിനെ കാണിച്ചു തരുന്നു. എന്നിട്ട് മോണ്ടി നിങ്ങളോട് ചോദിക്കുകയാണ് സ്വിച്ച് ചെയ്യണോ വേണ്ടയോ എന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ ഓൾവേസ് സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർ കിട്ടാനുള്ള പ്രോബിലിറ്റി മച്ച് ഹയർ ആയിരിക്കും. എങ്ങനെയെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകണം. ലെറ്റ്സ് സേ 3 ഡോർസ് ഉണ്ട്. നിങ്ങൾ ഡോർ നമ്പർ 1 സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടെ ഏത് ഡോറിന്റെ പിന്നിലെ കാറിന്. നിങ്ങൾ ഡോർ നമ്പർ 1 സെലക്ട് ചെയ്തു. ആ ഡോറിന്റെ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/3. ആ ഡോറിന്റെ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/3. ഡോർ നമ്പർ 2ന്റെയോ 3ന്റെയോ പുറകിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 2/3. ഒബ്വിയസ്ലി 1ന്റെ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/3. 2ന്റെയോ 3ന്റെയോ ഏതെങ്കിലും ഒന്നിന്റെ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 2/3. ഈ 2ലും 3ലും 2 മോണ്ടി തുറന്ന് ആടിനെ കാണിച്ചു തന്നു. 2ന്റെയോ 3ന്റെയോ പിന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 2/3 ആയിരുന്നു. 2 മോണ്ടി തുറന്ന് ആടിനെ കാണിച്ചു തന്നു. അപ്പൊ ഈ 2/3 പ്രോബിലിറ്റിയും ഡോർ 3ലോട്ട് പോകും. സോ നിങ്ങൾ സ്വിച്ച് ചെയ്യണം. നിങ്ങൾ ഡോർ 1 ആണ് സെലക്ട് ചെയ്ത്, നിങ്ങൾ സ്വിച്ച് ചെയ്ത് ഡോർ 3 എടുക്കണം. കാരണം അതിന് 2/3 പ്രോബിലിറ്റി ഉണ്ട്. ഡോർ 1ന് 1/3 പ്രോബിലിറ്റി ഉള്ളൂ. നോ, ഇപ്പം നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൽ ഒന്നും വിഷമിക്കാനില്ല, അല്ലെങ്കിൽ ഒരു കുറവും വിചാരിക്കാനില്ല. കാരണം ഈ സൊല്യൂഷൻ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത പെൺകുട്ടിക്ക് 1000 മാത്സ് PhD സ്റ്റുഡൻസ് കത്തുകൾ എഴുതി അവളുടെ സൊല്യൂഷൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അല്ല, ആ കുട്ടിയുടെ സൊല്യൂഷൻ കറക്റ്റാണ്. ഇങ്ങനെയാണ് മോണ്ടി ഹോൾ പ്രോബ്ലം വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സിംപിളർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇത്തവണ 3 ഡോറിന് പകരം 100 ഡോറുണ്ട്. ഓക്കെ, 100 ഡോറുണ്ട്. ഏതിൻ്റെയോ ഒരെണ്ണത്തിൻ്റെ പിന്നിൽ കാറുണ്ട്. നിങ്ങളൊരു ഡോറ് സെലക്ട് ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്ത ഡോറിൻ്റെ പിന്നിൽ കാർ ഉണ്ടായിരിക്കും? ഉണ്ടാവില്ല. 100 ഡോറുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഡോർ നിങ്ങൾ സെലക്ട് ചെയ്യല്ലേ ഇതിന്റെ പിന്നിൽ കാർ? നോ, പ്രോബിലിറ്റി ഇസ് വെരി ലെസ്. ഇറ്റ്സ് 1/100. നിങ്ങൾ കറക്റ്റ് ഡോർ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/100 ആണ്. ഇനി മോണ്ടി എന്ത് ചെയ്യുന്നു? നിങ്ങൾ അത് തുറക്കാൻ പോകുന്നു. മോണ്ടി 98 ഡോറ് തുറക്കുന്നു. ബാക്കി 99 ഡോർ ഉണ്ടല്ലോ, അത് ഈ 98 എണ്ണം മോണ്ടി തുറക്കുന്നു. എന്നിട്ട് ആടുകളെ കാണിച്ചു തരുന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു സ്വിച്ച് ചെയ്യണോ വേണ്ടയോ എന്ന്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? നിങ്ങൾ ഒരു ഡോർ സെലക്ട് ചെയ്തു, അതിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/100 ആണ്. ബാക്കി 99 ഡോറുകളിൽ ഏതെങ്കിലും ഒന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി എന്താണ്? 99/100 ആണ്. നിങ്ങളുടെ ഡോറിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 1/100. ബാക്കി 99 ഡോറുകളിൽ ഏതെങ്കിലും ഒന്നിൽ കാർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി 99/100. അതിൽ 98 എണ്ണവും മോണ്ടി തുറന്ന് കാണിച്ചു തന്നു ആടിനെ. അപ്പോൾ ആ 99/100 പ്രോബിലിറ്റി ആ റിമൈനിങ് 1 ഡോറിലോട്ട് പോകും. സോ യു ഷുഡ് ഓൾവേസ് സ്വിച്ച്. നോ, ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഒരു കീ ഇൻഫർമേഷൻ നിങ്ങൾ മറക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു. മോണ്ടിക്ക് അറിയാം കാർ എവിടെയാണെന്ന്. മോണ്ടിക്ക് ആ നോളജ് ഉണ്ട്. മോണ്ടിക്ക് ആ ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് മോണ്ടി ഒരിക്കലും കാറുള്ള ഡോർ തുറക്കില്ല. മോണ്ടി തന്നെ വന്ന് കാറുള്ള ഡോർ തുറന്ന് കാർ കാണിച്ചെന്ന ഗെയിം അവിടെ തീർന്നില്ലേ? പിന്നെ ഒരു ഭയങ്കര കൂറ ഗെയിമല്ലേ മോണ്ടി തന്നെ. ഇതാ കാർ എടുത്തോളൂ. അങ്ങനെ ഒരിക്കലും മോണ്ടി ചെയ്യില്ല. മോണ്ടിക്ക് നോളജ് ഉണ്ട്, മോണ്ടിക്ക് ഇൻഫർമേഷൻ ഉണ്ട്, മോണ്ടിക്ക് അറിയാം കാർ എവിടെയാണ്. സോ മോണ്ടി വിൽ ഓൾവേസ് അവോയ്ഡ് ദ ഡോർ വിച്ച് ഹാസ് ദ കാർ ബിഹൈൻഡ് ഇറ്റ്. ഏത് ഡോറിന്റെ പിന്നിലാണോ കാർ, ആ ഡോർ മോണ്ടി എപ്പോഴും അവോയ്ഡ് ചെയ്യും. സോ ദാറ്റ് ഗിവ്സ് us a lot of information. മോണ്ടി എന്തുകൊണ്ടായിരിക്കും അത് അവോയ്ഡ് ചെയ്യുന്നത്? 100 ഡോർസ് ഉണ്ട്. നിങ്ങൾ ഏതോ ഒരെണ്ണം റാൻഡംലി സെലക്ട് ചെയ്തു, അതിന്റെ പുറകിൽ മിക്കവാറും കാർ ഉണ്ടായിരിക്കില്ല. ബാക്കി 99 ഡോറുകളിൽ ഒരെണ്ണം മാത്രം മോണ്ടി അവോയ്ഡ് ചെയ്തു. വിച്ച് മീൻസ് മോസ്റ്റ് ലൈക്ലി അതിൻ്റെ പിന്നിൽ തന്നെ ആയിരിക്കില്ലേ കാറ്. ഇനി ഇമാജിൻ 1000 ഡോർസ് ഉണ്ട്. നിങ്ങൾ ഏതോ ഒരു ഡോർ സെലക്ട് ചെയ്തു, അതിൻ്റെ പിന്നിൽ എന്തായാലും കാറില്ല. ബാക്കി 999 ഡോറുണ്ട്. അതിൽ 998 മോണ്ടി തുറന്നു. ഏതോ ഒരെണ്ണം മാത്രം തുറന്നില്ല, ഏതോ ഒരെണ്ണം മാത്രം അവോയ്ഡ് ചെയ്തു. അതിൻ്റെ പിന്നിലായിരിക്കില്ലേ കാറ്. കാരണം മോണ്ടിക്ക് അറിയാം ഏത് ഡോറിൻ്റെ പിന്നിലെ കാറിന്. നോ, ഇപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ വൺസ് അഗൈൻ ഐ എം സേയിങ്, എനിക്കും ഇത് അത്ര പെട്ടെന്നൊന്നും ക്ലിയർ ആയിട്ടൊന്നുമില്ല. ഞാനും ഇത് കുറേ വായിച്ച് തന്നെ മനസ്സിലാക്കിയാണ്. അതിൽ ഒരിക്കലും ഒരു മോശം വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതൊന്ന് റീവൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ആസ് എ 1000 PhD മാത്സ് സ്റ്റുഡൻസ് കത്തെഴുതിയതാണ് ഈ സൊല്യൂഷൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അല്ല, എനിക്കും ഇത് ഒരുപാട് ടൈം എടുത്ത് മനസ്സിലായി. നിങ്ങൾ ഇത് റീവൈൻഡ് ചെയ്തൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. സോ വൺസ് അഗൈൻ ദ പോയിന്റ് ടു റിമെമ്പർ ഇസ് ദാറ്റ് മോണ്ടിക്ക് അറിയാം കാർ എവിടെയാണെന്ന്. അതുകൊണ്ട് മോണ്ടി ഏത് ഡോർ അവോയ്ഡ് ചെയ്യുന്നത്, ദാറ്റ് ഗിവ്സ് us a lot of information. മോണ്ടി ഒരു ഡോർ തുറക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓബ്വിയസ്ലി ബിക്കോസ് അതിൻ്റെ ബാക്കിലാണ് കാർ. നോ, മോണ്ടിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയെങ്കിൽ ഈ ലൈൻ ഓഫ് റീസണിങ് ഫുൾ മാറും. ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ ഏത് ഡോർ തുറന്നാലും ഒരുപോലെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു ഭയങ്കര കൂറ ഗെയിമായിരിക്കും. മോണ്ടി തന്നെ പലപ്പോഴും ഡോർ തുറന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ പിന്നിൽ കാറുണ്ടെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ. മോണ്ടിക്ക് കാർ എവിടെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് മോണ്ടി ആ ഡോർ അവോയ്ഡ് ചെയ്യും.
ദാറ്റ് ഗിവ്സ് us a lot of information. So as I said, നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ, ഇൻ ദിസ് കേസ് ദാറ്റ് ഇസ് മോണ്ടിക്ക് എത്ര നോളജ് ഉണ്ട്, മോണ്ടിക്ക് എത്ര ഇൻഫർമേഷൻ ഉണ്ട് എന്നത് നമ്മുടെ റീസണിങ്ങിനെ ഭയങ്കരമായി ചേഞ്ച് ചെയ്യും. ആസ് എ സെഡ്, ഈ മോണ്ടി ഹോൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എനിക്ക് മനസ്സിലാവാൻ കുറേ ടൈം എടുത്തു. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ മനസ്സിലായി ഗ്രേറ്റ്, ഇല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടാൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും. കമ്മിങ് ബാക്ക്, എതിരെ നിൽക്കുന്ന ആളുടെ നോളജ്, എതിരെ നിൽക്കുന്ന ആൾക്കുള്ള ഇൻഫർമേഷൻ നമ്മുടെ റീസണിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി മോണ്ടി ഹോളിനെക്കാട്ടിലും ഒരു സിംപിളർ എക്സാമ്പിൾ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ദ സർപ്രൈസ് ടെസ്റ്റ് പാരഡോക്സ്. എന്താണ് ഞാൻ പറയുന്നത്? ഈ നോളജ് സെക്ഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. എതിരെ നിൽക്കുന്ന ആൾക്കുള്ള നോളജ് അല്ലെങ്കിൽ അയാൾക്കുള്ള ഇൻഫർമേഷൻ നമ്മുടെ റീസണിങ്ങിനെ വല്ലാതെ ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ വല്ലാതെ ബാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സിംപിളർ എക്സാമ്പിളാണ് ദ സർപ്രൈസ് ടെസ്റ്റ് പാരഡോക്സ്. ദ സർപ്രൈസ് ടെസ്റ്റ് പാരഡോക്സ് ഗോസ് ലൈക്ക് ദിസ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് അനൗൺസ് ചെയ്യാണ്, അടുത്ത ആഴ്ച ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉള്ളൂ. ഏത് ദിവസമായിരിക്കും സർപ്രൈസ് ടെസ്റ്റ്? നമ്മൾ ഒന്ന് റീസൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സർപ്രൈസ് ടെസ്റ്റ് ഒരിക്കലും ഫ്രൈഡേ ആവാൻ പറ്റില്ല. കാരണം തേഴ്സ്ഡേ വൈകുന്നേരമായിട്ടും ടീച്ചർ ടെസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്കറിയാം ഓബ്വിയസ്ലി ഫ്രൈഡേ ആയിരിക്കും ടെസ്റ്റ് എന്ന്. അപ്പോൾ ഫ്രൈഡേ ടീച്ചറിന് സർപ്രൈസ് ടെസ്റ്റ് ഇടാൻ പറ്റില്ല. എന്നാൽ പിന്നെ തേഴ്സ്ഡേ ആയിരിക്കും സർപ്രൈസ് ടെസ്റ്റ്. വെനസ്ഡേ വൈകുന്നേരമായിട്ടും ടീച്ചർ ടെസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്തറിയാം, ഒന്നെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. ഫ്രൈഡേ ടെസ്റ്റ് ഇടാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സർപ്രൈസ് ടെസ്റ്റ് ഓബ്വിയസ്ലി തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ ടീച്ചറിന് തേഴ്സ്ഡേ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പിന്നെ വെനസ്ഡേ ആയിരിക്കും സർപ്രൈസ് ടെസ്റ്റ്. ട്യൂസ്ഡേ ഈവനിങ് ആയിട്ട് ടീച്ചർ ടെസ്റ്റ് ഇട്ടില്ലെങ്കിൽ നമുക്കറിയാം ഒന്നെങ്കിൽ വെനസ്ഡേ ആയിരിക്കും അല്ലെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. പക്ഷേ ഫ്രൈഡേയും തേഴ്സ്ഡേയും സർപ്രൈസ് ടെസ്റ്റ് ഇടാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഓബ്വിയസ്ലി വെനസ്ഡേ ആയിരിക്കും സർപ്രൈസ് ടെസ്റ്റ്. സോ വെനസ്ഡേയും ടീച്ചറിന് നമ്മളെ സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ലോജിക്ക് വെച്ച് നമുക്ക് മനസ്സിലാവും ടീച്ചറിന് ഒരു ദിവസവും സർപ്രൈസ് ടെസ്റ്റ് ഇടാൻ പറ്റില്ല എന്ന്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ടീച്ചർമാർ സർപ്രൈസ് ടെസ്റ്റ് അനൗൺസ് ചെയ്യുകയും ചെയ്യും, ഇടുകയും ചെയ്യും, കുട്ടികൾക്കെല്ലാം പണിയും കിട്ടും. നോ, വൈ ഡസ് ദിസ് ഹാപ്പൻ? ദിസ് ഹാപ്പൻസ് because there is an underlying paradox here. It's called, as I said, the surprise test paradox. ടീച്ചർ പറയുന്നു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നു, പക്ഷേ ആ ഇൻഫർമേഷൻ വെച്ച് കുട്ടികൾ റീസൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം കുട്ടികളെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റില്ല. ബേസിക്കലി സർപ്രൈസ് ഉണ്ടാവുമെന്ന് ടീച്ചർ അനൗൺസ് ചെയ്യുന്ന ഉടനെ ആ സർപ്രൈസ് ഒരു സർപ്രൈസ് അല്ലാണ്ട് മാറിയിരിക്കും. ഓക്കെ, സോ ലാംഗ്വേജിലെയും ഫിലോസഫിയിലെയും നോളജിലെയും ഹ്യൂമൻ റീസണിങ്ങിലുള്ള പരിമിതികളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. പക്ഷെ മാത്സിൽ അങ്ങനെയല്ല. പക്ഷേ മാത്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോന് വേണ്ടി റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന ബുക്സിനെ പറ്റി എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വളരെ നല്ല ബുക്സാണ്. 2 ബുക്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ദി ഔട്ടർ ലിമിറ്റ്സ് ഓഫ് റീസൺ ബൈ നോസൺ യോണോഫ്സ്കി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കോൾഡ് ദ പെയിൽ ബ്ലൂ ഡോട്ട് ബൈ കാൾ സേഗൻ. 2 ബ്രില്യൻ ബുക്സ് ആണ്. ആക്ച്വലി ഞാൻ കുറച്ച് നാളിന് ശേഷം 2 ബ്രില്യൻ ബുക്സ് വായിച്ചു എന്ന് പറയാം. ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിൻഡലിൽ വായിക്കാം അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വായിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്ലി, നിങ്ങൾക്ക് നിസാരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിസാരം അക്കാഡമി ചെക്കൗട്ട് ചെയ്യണം. നിസാരം അക്കാഡമി നിസാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ആൻഡ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത 10 വീഡിയോസ് നിസാരം അക്കാഡമിയിലുണ്ട്. ഇതാണ് നിസാരം അക്കാഡമിയുടെ ലിങ്ക്. 5 വീഡിയോസ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്, 5 വീഡിയോസ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ്. സോ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനെ പറ്റി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിസാരം അക്കാഡമി ചെക്കൗട്ട് ചെയ്യുക. വൺസ് അഗൈൻ ഇതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. തേർഡ്ലി, എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരുപാട് പേര് +2 കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് കരിയറിലേക്ക് പോകണം എന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് സയൻസ് എടുക്കണോ, എഞ്ചിനീയറിംഗ് എടുക്കണോ, ലോ എടുക്കണോ, ആർട്സ് എടുക്കണോ, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫൈനാൻസ്. കാരണം ഫൈനാൻസ് എന്ന് പറയുന്നത് പല ഇൻഡസ്ട്രികളുടെയും ഒരു ബാക്ക് ബോൺ തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയും അക്കൗണ്ടൻസ് ഇല്ലാതെ സർവൈവ് ചെയ്യില്ല. ലോകമെമ്പാടും 2,47,000 മെമ്പേഴ്സ് ഉള്ള അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. സോ അതിൻ്റെ ഒരു മെമ്പർ ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിമിലർലി, നിങ്ങൾ ഫിനാൻസിലെ ടോപ്പ് ക്വാളിഫിക്കേഷനായ CA ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 12th കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ CA ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സിൻ്റെ ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോബിലേക്ക്, ഒരു കരിയറിലേക്ക് കയറണമെങ്കിൽ, PhD ചെയ്ത് പോസ്റ്റ് ഡോക്ക് ചെയ്ത് 5-6 വർഷം ഒന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കരിയറിലേക്ക് കയറണമെങ്കിൽ 1 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടാൻ CA, ACCA, CMA, USA ഈ കോഴ്സുകളെക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ ഇല്ല. ഫ്രാങ്ക്ലി അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ കോഴ്സുകളിലൂടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും ഇന്റർനാഷണൽ മാർക്കറ്റിൽ. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിലും, നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക, മറക്കാതെ ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ആസ് ഐ സെഡ്, നമ്മൾ ലാംഗ്വേജിനെ പറ്റിയും ഫിലോസഫിയെ പറ്റിയും നോളജിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ മാത്സിലേക്ക് വരികയാണ്. മാത്സ് എങ്ങനെയാണ്? മാത്സ് ഇതുപോലെയാണോ? മാത്സിലും പാരഡോക്സസും കൗണ്ടർ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളും റീസണിങ് ഫെയിൽ ചെയ്യുന്ന ഏരിയാസും ഒക്കെ ഉണ്ടോ?
വഴിയില്ല. കാരണം മാത്സ് സോളിഡ് ആണ്, മാത്സ് ലോജിക്കലാണ്, മാത്സ് റീസണബിൾ ആണ്. വെൽ, നോട്ട് ഓൾവേസ്. മാത്സിലും നമ്മുടെ റീസണിങ് ഫെയിൽ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ആൻഡ് ഐ വിൽ ഷോ ഇറ്റ് ടു യു യൂസിങ് എൻ എക്സാമ്പിൾ നോൺ ആസ് അക്കീലീസ് ആൻഡ് ദ ടോർട്ടോയ്സ് ഓർ സീനോസ് സെക്കൻഡ് പാരഡോക്സ്. നോട്ട്, ഞാനിതിൻ്റെ സൊല്യൂഷൻ ഇപ്പം പറയില്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇതിൻ്റെ സൊല്യൂഷൻ ക്ലിയറായി മനസ്സിലാവണമെങ്കിൽ ഒരു ഇത്തിരി കാൽക്കുലസ് അറിഞ്ഞിരിക്കുന്നത് നല്ലേ. സോ നമ്മൾ കാൽക്കുലസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഇടുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോ കാൽക്കുലസിനെ പറ്റി ആക്കാം, ഇനഫ് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ വൺസ് അഗൈൻ മാത്സിലെ റീസണിങ് എവിടെ ഫെയിൽ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് യൂസിങ് എൻ എക്സാമ്പിൾ നോൺ എസ് സീനോസ് സെക്കൻഡ് പാരഡോക്സ് ഓർ അക്കീലീസ് ആൻഡ് ദ ടോർട്ടോയ്സ്. അക്കീലീസ് ഒരു ഫാസ്റ്റ് റണ്ണറാണ്. ഒരു ദിവസം അക്കീലീസിന് ഒരു റേസ് ഉണ്ട് ഒരു ടോർട്ടോയ്സിനെതിരെ. പക്ഷെ പാവം ടോർട്ടോയ്സ് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് അക്കീലീസ് തീരുമാനിക്കും, ഓക്കെ പാവമല്ലേ, ഒരു ഹെഡ് സ്റ്റാർട്ട് എടുത്തോട്ടെ എന്ന്. ടോർട്ടോയ്സ് 100 മീറ്റർ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് അക്കീലീസ് ഓടി തുടങ്ങും. അപ്പോൾ ടോർട്ടോയ്സ് പറയാം ആ ശരിയെന്ന്. എന്നിട്ട് ടോർട്ടോയ്സ് പതുക്കെ നടന്നു തുടങ്ങും. അക്കീലീസ് വെയിറ്റ് ചെയ്യും. ടോർട്ടോയ്സ് 100 മീറ്റർ മുമ്പ് എത്തിയപ്പോഴത്തേക്കും അക്കീലീസ് ഓടാൻ തുടങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർട്ടോയ്സ് 100 മീറ്റർ മുമ്പിലാണല്ലോ. ഈ 100 മീറ്റർ അക്കീലീസ് കവർ ചെയ്തപ്പോഴത്തേക്കും ടോർട്ടോയ്സ് ഒരു 20 മീറ്റർ മുന്നോട്ട് നീങ്ങി. അപ്പം അക്കീലീസ് എന്ത് ചെയ്യും? ടോർട്ടോയ്സ് ഇപ്പോൾ 20 മീറ്റർ മുമ്പിലാണല്ലോ, ആ 20 മീറ്റർ കവർ ചെയ്തു. പക്ഷെ അക്കീലീസ് ആ 20 മീറ്റർ കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് ഒരു 4 മീറ്റർ മുന്നോട്ട് നീങ്ങി. അക്കീലീസ് ആ 4 മീറ്റർ മുന്നോട്ട് കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് ഒരു 1 മീറ്റർ മുന്നോട്ട് നീങ്ങി. അക്കീലീസ് ആ 1 മീറ്റർ കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് ഒരു 25 സെൻറ്റിമീറ്റർ മുമ്പോട്ട് നീങ്ങി. ആ 25 സെൻറ്റിമീറ്റർ അക്കീലീസ് കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് ഒരു 5 സെൻറ്റിമീറ്റർ മുമ്പോട്ട് നീങ്ങി. അക്കീലീസ് അത്രയും കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് 1 സെൻറ്റിമീറ്റർ മുമ്പോട്ട് നീങ്ങി. അക്കീലീസ് അത്രയും കവർ ചെയ്ത സമയം കൊണ്ട് ടോർട്ടോയ്സ് വീണ്ടും ഒരു ഇത്രയും നീങ്ങി. ഇങ്ങനെ അക്കീലീസ് എത്ര കവർ ചെയ്താലും ടോർട്ടോയ്സ് ആ സമയത്ത് ഒരു ഇത്രയും കൂടെ മുന്നോട്ട് നീങ്ങും. അങ്ങനെയാണെങ്കിൽ അക്കീലീസ് എങ്ങനെ ടോർട്ടോയ്സിനെ ഓവർടേക്ക് ചെയ്യും? അക്കീലീസിന് ഒരിക്കലും ടോർട്ടോയ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. റിയൽ ലൈഫിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. നമുക്കറിയാമല്ലോ, ഒരു ഫാസ്റ്റ് ആൾ എപ്പോഴും ഒരു സ്ലോ ആളെ ഓവർടേക്ക് ചെയ്യും. പക്ഷേ ഈ കേസിൽ ടോർട്ടോയ്സിന് ഹെഡ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ അക്കീലീസിന് ഒരിക്കലും ടോർട്ടോയ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും അക്കീലീസ് ആ ലീഡ് കവർ ചെയ്യുമ്പോഴത്തേക്കും ടോർട്ടോയ്സിന് ഇത്രയും കൂടെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതാണ് സീനോസ് സെക്കൻഡ് പാരഡോക്സ് ഓർ അക്കീലീസ് ആൻഡ് ദ ടോർട്ടോയ്സ്. വൺസ് അഗൈൻ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു റീസണിങ് ഉണ്ട് ഇത് മനസ്സിലാവാൻ വേണ്ടി. പക്ഷേ അത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാണെങ്കിൽ കാൽക്കുലസിൻ്റെ ഒരു ബേസ് ഉണ്ടായിരിക്കുന്നത് നല്ല, ഇൻ്റഗ്രേഷൻ്റെ ഡിഫറൻഷിയേഷൻ്റെ ഒക്കെ ഒരു ബേസ് ഇറങ്ങിയിരിക്കുന്നത് നല്ല. സോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ, കാൽക്കുലസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിലിടുക. ഇനഫ് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. നൗ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഈ എല്ലാ ഏരിയാസിലും ലാംഗ്വേജിലാവട്ടെ, ഫിലോസഫിയിലാവട്ടെ, നോളജിലാവട്ടെ, മാത്സിലാവട്ടെ, നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് നമ്മളെ നമ്മുടെ റീസണിങ്ങിൻ്റെ ലിമിറ്റ്സിൽ കൊണ്ടെത്തിക്കുന്നത്. ഓ, അക്കീലീസ് ഒരു ടോർട്ടോയ്സും കൂടെ ഓടുകയാണെങ്കിൽ ടോർട്ടോയ്സിന് ഹെഡ് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ അക്കീലീസിന് ഒരിക്കലും ടോർട്ടോയ്സിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഗ്രാമത്തിൽ ഒരു ബാർബറിനെ ഉള്ളൂ, ബാർബറിന് സ്വയം ഷേവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാർബറിനെ ആര് ഷേവ് ചെയ്യും? ഒരു ടീച്ചർ അടുത്ത ആഴ്ച സർപ്രൈസ് ടെസ്റ്റ് ഇടുമെന്ന് പറഞ്ഞാൽ ടീച്ചറിന് ഒരു ദിവസം സർപ്രൈസ് ടെസ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ കള്ളം പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കള്ളം പറയാണോ, ഞാൻ സത്യം പറയാണോ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് നമ്മളെ നമ്മുടെ റീസണിങ്ങിൻ്റെ ലിമിറ്റ്സിൽ കൊണ്ടെത്തിക്കുന്നത്. അല്ലാതെ നമ്മളൊന്നും ഒബ്സർവ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചിന്തകളാണ് നമ്മളെ നമ്മുടെ റീസണിങ്ങിൻ്റെ ലിമിറ്റ്സിൽ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ സയൻസിൽ അങ്ങനെയല്ല. സയൻസിൽ പലപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻസ് ആണ് നമ്മളെ നമ്മുടെ റീസണിങ്ങിൻ്റെ ലിമിറ്റ്സിൽ കൊണ്ടെത്തിക്കുന്നത്. സയൻസിലെ ലോജിക്കിനെയും തോട്ട്സിനെയും എല്ലാത്തിനേക്കാളും പ്രയോറിറ്റി ഒബ്സർവേഷനാണ്. പക്ഷെ ഒബ്സർവേഷൻ സയൻസിൽ ചില സമയങ്ങളിൽ ലോജിക്കിൻ്റെ റീസണിൻ്റെ എതിരാണ്. ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഫിസിക്സിലെ ഗ്രേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ടിൽ ഡേറ്റ്. ഗ്രാവിറ്റി ഒഴിച്ച് മറ്റെല്ലാം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ആറ്റംസിനുള്ളിൽ നടക്കുന്നത് മുതൽ സണ്ണിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതിലേറെ കോംപ്ലക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ലോജിക്ക് റീസണിങ് ഒന്നും അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 കീ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം: സൂപ്പർ പൊസിഷനും എൻറ്റാങ്കിൾമെൻറ്റും. ലെറ്റ് us begin വിത്ത് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചാണ്. അസ്യൂം നിങ്ങളും നിങ്ങളുടെ 99 ഫ്രണ്ട്സും ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്. എക്സ്പെരിമെൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാം ബോക്സ് തുറന്ന് ഇലക്ട്രോൺ എവിടെയാണെന്ന് നോക്കി മെഷർ ചെയ്തു. നിങ്ങളെല്ലാവരും ഇലക്ട്രോൺ എവിടെയാണെന്ന് നോക്കി. അപ്പോൾ ഓരോരുത്തർക്കും ഇലക്ട്രോൺ ഓരോ സ്ഥലത്താണ്. ചിലർക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ ഇടത്തെ അറ്റത്താ, ചിലർക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ വലത്തെ അറ്റത്താ, നിങ്ങൾക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ നടുക്ക. എല്ലാവരും നോക്കി. റഫ്ലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, ഏകദേശം 30 പേർക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ ലെഫ്റ്റ് അറ്റത്താ, 40 പേർക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ നടുക്ക, 30 പേർക്ക് ഇലക്ട്രോൺ ബോക്സിൻ്റെ വലത്തെ അറ്റത്താ. ശരി, എല്ലാവരും ബോക്സ് അടച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. വീണ്ടും ബോക്സ് തുറന്നു.
നോക്കുമ്പോൾ എല്ലാവർക്കും ഇലക്ട്രോൺ വേറെ 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 സ്ഥലങ്ങളിൽ. നിങ്ങൾക്ക് നേരത്തെ ഇലക്ട്രോൺ നടുക്കാണെങ്കിൽ ഇപ്പം ഇലക്ട്രോൺ വലത്തെ അറ്റത്ത്, വേറൊരാൾക്ക് നേരത്തെ ഇലക്ട്രോൺ ഇടത്തെ അറ്റത്താണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോൺ നടുക്ക്, വേറൊരാൾക്ക് നേരത്തെ ഇലക്ട്രോൺ ഇടത്തെ അറ്റത്താണെങ്കിൽ ഇപ്പോൾ വലത്തെ അറ്റത്ത്. എല്ലാവർക്കും മാറി 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 കിടക്കുന്നു. പക്ഷേ ഓൺ ആവറേജ് സ്റ്റിൽ 30 പേർക്ക് ഇലക്ട്രോൺ ബോക്സിന്റെ ഇടത്തെ അറ്റത്ത, 40 പേർക്ക് ഇലക്ട്രോൺ ബോക്സിന് നടുക്ക, റഫ്ലി 30 പേർക്ക് ഇലക്ട്രോൺ ബോക്സിന്റെ വലത്തെ അറ്റത്ത്. വീണ്ടും നിങ്ങളെല്ലാം പെട്ടി അടിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, വീണ്ടും തുറന്നു, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ എല്ലാവരുടെയും മാറി കിടക്കുന്നു. പക്ഷേ റഫ്ലി 30 പേർക്ക് വീണ്ടും ഇലക്ട്രോൺ ബോക്സിന്റെ ലെഫ്റ്റ് അറ്റത്ത, 40 പേർക്ക് ഇലക്ട്രോൺ ബോക്സിന് നടുക്ക, റഫ്ലി 30 പേർക്ക് ഇലക്ട്രോൺ ബോക്സിന്റെ വലത്തെ അറ്റത്ത്. ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താൽ ഇങ്ങനെ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു ബോൾ ഇട്ടാണ് ഇത് ചെയ്യുന്നത്, ഇങ്ങനൊന്നും അല്ല സംഭവിക്കുന്നത്. നിങ്ങൾ 100 ഫ്രണ്ട്സും കൂടെ ഒരു ബോൾ എടുത്ത് ബോക്സിനകത്തിട്ടു, നിങ്ങൾ ബോളിന്റെ പുഷ് നോക്കി അടച്ചു വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ബോൾ അവിടെ തന്നെ ആയിരിക്കും, അല്ലാതെ ബോൾ എങ്ങോട്ടും പോകാൻ പോകണില്ല. പക്ഷേ ഇലക്ട്രോൺസ് പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിൾസ് അങ്ങനെയല്ല. നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കും, ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കും എന്നൊന്നും. ബിക്കോസ് ഇലക്ട്രോൺസ് പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിൾസിന് ഒരു പൊസിഷൻ അല്ല, ഒരേ സമയം പല പൊസിഷനാണ്. ആൻഡ് ഓരോ പൊസിഷനിലും നമ്മളത് കാണാനുള്ള പ്രോബബിലിറ്റി ഡിഫറൻ്റ് ആണ്. ഓക്കെ, അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിളിന് ഒരു സിംഗിൾ പൊസിഷനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഒരേ സമയം പല പൊസിഷനാണ്. പക്ഷെ നമ്മൾ നോക്കുന്ന ഉടനെ അതൊരൊറ്റ സ്ഥലത്താവും. നമ്മൾ നോക്കാത്തപ്പം വീണ്ടും അതിന് പല 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 പൊസിഷൻസാണ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഇലക്ട്രോൺസ് പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിൾസിന് ഒരു സിംഗിൾ പൊസിഷൻ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇപ്പം എനിക്കൊരു സിംഗിൾ പൊസിഷനാണ്, ഞാൻ ഇവിടെയാണ്, നിങ്ങൾക്കൊരു സിംഗിൾ പൊസിഷനാണ്, നിങ്ങളൊരു തിരിക്കുകയാണ്. ഈ പേനയ്ക്ക് ഒരു സിംഗിൾ പൊസിഷനാണ്, അത് ഇവിടെയാണ്. പക്ഷേ ഇലക്ട്രോൺസ് പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിൾസിന് അങ്ങനെയല്ല, നമ്മളൊരു സിംഗിൾ പൊസിഷൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നോക്കുമ്പം മെഷർ ചെയ്യുമ്പം അത് കൊളാപ്സ് ചെയ്തൊരു സിംഗിൾ പൊസിഷനിലാവും. പക്ഷേ നമ്മൾ മെഷർ ചെയ്യാത്തപ്പം അതിനൊരു ഒറ്റ പൊസിഷൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഒരേ സമയം പല പൊസിഷൻസ് ഉണ്ട് അതിന്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സൂപ്പർ പൊസിഷൻ ഇസ് വെരി കൗണ്ടർ ഇൻഡ്യൂട്ടീവ്. ഒരു സാധനത്തിന് ഒരേ സമയം ഇങ്ങനെ പല പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോൾ തോന്നായിരിക്കും, അവൻ എന്ത് തേങ്ങയാണ് പറയുന്നത്, അവൻ ചുമ്മാ ഓരോ കള്ളം പറയാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ജീനിയസും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏർലി സ്റ്റേജിൽ ഒരുപാട് ഡിസ്കവറീസ് നടത്തിയ ആൽബർട്ട് ഐൻസ്റ്റൈൻ വരെ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടിക്കിളിന് ഒരു സമയം മൾട്ടിപ്പിൾ പൊസിഷൻസ് ഉണ്ടാവാം, അതിൻ്റെ എല്ലാം കൂടെ ഒരു സൂപ്പർ പൊസിഷനിലാവാം എന്ന് വിശ്വസിക്കാൻ ഐൻസ്റ്റൈൻ പോലും കൂട്ടാക്കിയില്ല. ആൻഡ് ഇൻഫാക്ട് ഐൻസ്റ്റൈൻ അന്നത്തെ ഫേമസ് കോട്ട് ഇങ്ങനെയായിരുന്നു, ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദ യൂണിവേഴ്സ്. ബട്ട് ഐൻസ്റ്റൈൻ വാസ് റോങ്. ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ ഒരു സിംഗിൾ പൊസിഷൻ അല്ല, അത് പല പൊസിഷൻസിൻ്റെ ഒരു സൂപ്പർ പൊസിഷനിലാണ്. Quantum mechanics is still date the most solid theory in all of physics. Einstein was wrong. And Einstein-നെ റോങ് ആയിട്ട് പ്രൂവ് ചെയ്തത് ആരാണ്? ഐൻസ്റ്റൈനെ ഹിസ്റ്ററിയിൽ തന്നെ ഐൻസ്റ്റൈനെ റോങ് ആയിട്ട് പ്രൂവ് ചെയ്ത ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. ഐൻസ്റ്റൈനെ തോപ്പിച്ച ഒരൊറ്റ ആളേ ഉള്ളൂ. ഐൻസ്റ്റൈൻ പറഞ്ഞ എന്താണ്? ഗോഡ് ഡസ് നോട്ട് പ്ലേ ഡൈസ് വിത്ത് ദ യൂണിവേഴ്സ്. പക്ഷേ ഐൻസ്റ്റൈനെ തോപ്പിച്ചതിന് ശേഷം നീൽസ് ബോർ പറഞ്ഞ എന്താണെന്നറിയാമോ? ഡോണ്ട് ടെൽ ഗോഡ് വാട്ട് ടു ഡു. Now I hope you have understood that quantum objectsന് ഒരു സിംഗിൾ പൊസിഷൻ അല്ല, പല പൊസിഷൻസ് ആണ്, സൂപ്പർ പൊസിഷൻ ആണ്. Now ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ മാത്രമല്ല, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഒന്നിനും ഒരു ഫിക്സ്ഡ് വാല്യൂ അല്ല, അതിനെല്ലാം മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്. പക്ഷെ നമ്മൾ നോക്കുന്ന ഉടനെ അതെല്ലാം ഒരൊറ്റ വാല്യൂയിലേക്ക് കൊളാപ്സ് ചെയ്യും. എന്താണ് ഞാൻ പറയുന്നത്? ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ, വെലോസിറ്റി, ആംഗുലർ മൊമെൻറ്റം എല്ലാത്തിനും മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്. മൾട്ടിപ്പിൾ വാല്യൂസിൻ്റെ ഒരു സൂപ്പർ പൊസിഷനിലാണ് നമ്മൾ നോക്കുന്ന ഉടനെ, പക്ഷേ ഒരൊറ്റ വാല്യൂയിലേക്ക് കൊളാപ്സ് ചെയ്യും. നമ്മൾ നോക്കുന്നതിന് എന്താണ് പ്രത്യേകത? നോക്കുന്ന ഉടനെ എന്തുകൊണ്ട് ഒരു ഒറ്റ വാല്യൂയിലേക്ക് കൊളാപ്സ് ചെയ്യും? ബൈ നോക്കുക ഞാൻ മെഷർ ചെയ്യുന്നത്, മെഷർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒറ്റ വാല്യൂയിലേക്ക് കൊളാപ്സ് ചെയ്യും എന്നതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതൊരു എൻറ്റയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. ദ പോയിന്റ് ഇസ്, ദോ കൗണ്ടർ ഇൻഡ്യൂട്ടീവ്, നമ്മൾ മെഷർ ചെയ്യുന്നത് വരെ ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു സൂപ്പർ പൊസിഷൻ ഓഫ് വാല്യൂസിലാണ്. സൂപ്പർ പൊസിഷൻ എന്തായെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത കൗണ്ടർ ഇൻഡ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലേക്ക് വരാം, എൻറ്റാങ്കിൾമെൻറ്റ്. എൻറ്റാങ്കിൾമെൻറ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം സ്പിൻ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണം. ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ ആംഗുലർ മൊമെൻറ്റം നമ്മൾ സ്പിൻ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്പിൻ എന്ന് പറയുമ്പം ഈ ക്വാണ്ടം ഒബ്ജക്ട്സ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതല്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചിന്തിച്ചോ, കുഴപ്പമില്ല. സ്പിന്നിന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഓക്കെ, ക്വാണ്ടം ഒബ്ജക്ട്സിൻ്റെ ആംഗുലർ മൊമെൻറ്റം നമ്മൾ സ്പിന്നിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്പിന്നിന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഫിസിക്സിൽ ഒരുപാട് കൺസർവേഷൻ ലോസ് ഉണ്ട്, ലൈക്ക് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇതെല്ലാം പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ
എനർജിയും ചാർജും ഒക്കെ കൺസേർവ്ഡ് ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്ന ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് പറയുന്നത് ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. ഇറ്റ് മീൻസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതുപോലെ ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതുപോലെ ഒരു കൺസർവേഷൻ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് സ്പിൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് സ്പിൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ക്ലോസ് സിസ്റ്റം spin is conserved. Total spin or angular momentum is conserved. Okay, law of conservation of spin എന്താണ് പറയുന്നത്? In a closed system, total spin is conserved. Now, consider a particle which has no spin. ഒരു ക്വാണ്ടം ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇലക്ട്രോൺ. ഇറ്റ് ഹാസ് നോ സ്പിൻ. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടിക്കിൾ ആവുകയാണ്. ഇപ്പൊ ഇതുങ്ങളുടെ സ്പിൻ എന്തായിരിക്കും? ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആയിരിക്കില്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 0 ആകാൻ പറ്റും. ടോട്ടൽ സ്പിൻ കൺസേർവ്ഡ് ആയിരിക്കണ്ടേ? 0 സ്പിന്നുള്ള സാധനം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്നിന് പോസിറ്റീവ് സ്പിൻ ആണെങ്കിൽ മറ്റൊരു നെഗറ്റീവ് സ്പിൻ ആയിരിക്കണ്ടേ? ഓക്കെ, പക്ഷെ നമ്മൾ പഠിച്ച എന്താണ്? ക്വാണ്ടം ഒബ്ജക്ട്സിന് ഒരൊറ്റ വാല്യൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് സ്പിന്നിനാണെങ്കിൽ പോലും എല്ലാം ഒരു സൂപ്പർ പൊസിഷനിലാണ്. അപ്പോൾ ഈ സാധനം സ്പിൻ ഇല്ലാത്ത ഈ സാധനം സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണമായ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ല, രണ്ടും പോസിറ്റീവും നെഗറ്റീവിൻ്റെ സൂപ്പർ പൊസിഷനില്ല. ഇങ്ങനെ ഇതും പോസിറ്റീവ് നെഗറ്റീവ് സൂപ്പർ പൊസിഷനില്ല, ഇതും പോസിറ്റീവ് നെഗറ്റീവ് സൂപ്പർ പൊസിഷനില്ല. ഓക്കെ, ഒരു സ്പിൻ ഇല്ലാത്ത പാർട്ടിക്കിൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടിക്കിളായി, രണ്ടും പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ സൂപ്പർ പൊസിഷനില്ല. ഇനി ഞാൻ ഇതിലോട്ട് നോക്കി, പെട്ടെന്ന് ഇത് പോസിറ്റീവിലോട്ട് കൊളാപ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇമ്മീഡിയറ്റ്ലി ഇത് നെഗറ്റീവിലോട്ട് കൊളാപ്സ് ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂപ്പർ പൊസിഷൻ കൊളാപ്സ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചല്ലോ. നോക്കുമ്പോൾ എപ്പോഴും സൂപ്പർ പൊസിഷൻ കൊളാപ്സ് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവിൻ്റെ സൂപ്പർ പൊസിഷനാണ്. ഇത് നോക്കിയ ഉടനെ ഇത് പോസിറ്റീവിലേക്ക് കൊളാപ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇത് നെഗറ്റീവിലേക്ക് കൊളാപ്സ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 0 ആവും. നമുക്ക് സ്പിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്പിൻ കൺസേർവ്ഡ് ആയിരിക്കണം. സ്പിൻലെസ് പാർട്ടിക്കിൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, സൂപ്പർ പൊസിഷനിലാണ്. ഒന്നിനെ നോക്കുമ്പോൾ അത് പോസിറ്റീവ് ആയാൽ മറ്റേത് ഇമ്മീഡിയറ്റ്ലി നെഗറ്റീവ് ആവണം. എന്നാലേ ടോട്ടൽ സ്പിൻ കൺസേർവ്ഡ് ആവും. ദിസ് മച്ച് ഇസ് ഫൈൻ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇനി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു എക്സ്പെരിമെൻ്റ് ആലോചിക്കാം. ഞാൻ നിങ്ങളുണ്ട്, ഒരു സ്പിൻലെസ് പാർട്ടിക്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ സ്പിൻലെസ് പാർട്ടിക്കിൾ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പാർട്ടിക്കിൾ എൻ്റെ കയ്യിൽ, ഒരു പാർട്ടിക്കിൾ നിങ്ങളുടെ കയ്യിൽ. രണ്ട് പാർട്ടിക്കിൾ ഇങ്ങനെ സൂപ്പർ പൊസിഷനിലാണ്. നിങ്ങളുടെ പാർട്ടിക്കിളും കൊണ്ട് ഒരു കുറേ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു ഗാലക്സി പോയി. എൻ്റെ പാർട്ടിക്കിൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പാർട്ടിക്കിളിൽ നോക്കി, അത് ഉടനെ പോസിറ്റീവിലേക്ക് കൊളാപ്സ് ചെയ്തു, പോസിറ്റീവ് സ്പിന്നിലേക്ക് കൊളാപ്സ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള നിങ്ങളുടെ പാർട്ടിക്കിൾ നെഗറ്റീവ് സ്പിന്നിലേക്ക് കൊളാപ്സ് ചെയ്യും. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നത്? ഇത്ര ദൂരല്ലേ, ഈ ലൈറ്റ് ഇയേഴ്സ് അകലല്ലേ? ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? അഗൈൻ ഐ എം സെയിങ്, സ്പിൻലെസ് പാർട്ടിക്കിളാണ്, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടിക്കിൾസായി, രണ്ട് സൂപ്പർ പൊസിഷനിലാണ്. ഒരു പാർട്ടിക്കിൾ എൻ്റെ കയ്യിൽ, ഒരു പാർട്ടിക്കിൾ നിങ്ങളുടെ കയ്യിൽ. നിങ്ങളുടെ പാർട്ടിക്കിൾ കൊണ്ട് ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള വേറൊരു ഗാലക്സി പോയി. നിങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പാർട്ടിക്കിളിൽ നോക്കി, അപ്പോൾ അത് പോസിറ്റീവ് സ്പിന്നിലേക്ക് കൊളാപ്സ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ പാർട്ടിക്കിൾ നെഗറ്റീവ് സ്പിന്നിലേക്ക് കൊളാപ്സ് ചെയ്യണം. എന്നാലല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് സ്പിൻ ഹോൾഡ് ചെയ്യും. കാരണം നമ്മുടെ ഇനിഷ്യൽ പാർട്ടിക്കിളിന് സ്പിൻ ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെ ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു? ഇതിൽ ഞാൻ നോക്കിയപ്പം ഇത് പോസിറ്റീവ് സ്പിന്നായ ആ ഇൻസ്റ്റന്റിൽ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള നിങ്ങളുടെ പാർട്ടിക്കിൾ എങ്ങനെ നെഗറ്റീവ് സ്പിന്നിലേക്ക് കൊളാപ്സ് ചെയ്തു? ഇറ്റ് ഫീൽസ് ഓൾ റീസൺ, ഓൾ ലോജിക്, ഓൾ ഇൻറ്റ്യൂഷൻ. എൻടാങ്കിൾമെന്റ് അത്രയ്ക്ക് ക്രീപ്പിയാണ്. ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എങ്ങനെ ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ നടന്നു? Entanglement is so creepy that it is sometimes referred to as spooky action at a distance. Okay, so this is it about science. ഇപ്പം I hope you have understood that സയൻസിൽ മറ്റേ ഏരിയാസിലെ പോലെയല്ല, ലാംഗ്വേജ്, നോളജ്, ഫിലോസഫി, മാത്ത് പോലെയല്ല, സയൻസിൽ പലപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻ തന്നെ നമ്മുടെ റീസണിനെതിരാണ്. ബാക്കി ഏരിയാസിലൊക്കെ നമ്മുടെ തോട്ട്സ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതായിരുന്നു, ആ റീസണിനെതിരാണല്ലോ നമുക്ക് തോന്നും. പക്ഷേ സയൻസിൽ അങ്ങനെയല്ല. സയൻസിൽ ചില സമയങ്ങളിൽ നമ്മുടെ റീസണിങ്ങിന് വിപരീതമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ വീഡിയോ. ലാംഗ്വേജിലും ഫിലോസഫിയിലും മാത്സിലും സയൻസിലും ഒക്കെ മനുഷ്യ മനസ്സിൻ്റെ റീസണിങ്ങിലുള്ള പരിമിതികളെ പറ്റി മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആസ് ഓൾവേസ് ഞാൻ ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ട് ഡൈഗ്രസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ ആയിരിക്കും. ലെറ്റ്സ് ബിഗിൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ മനസ്സിന് ഈ യൂണിവേഴ്സിനെ മനസ്സിലാക്കുന്നതിലുള്ള പരിമിതികളെ പറ്റിയാണ്. എന്താണ്? മനുഷ്യ മനസ്സിന് ഈ യൂണിവേഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നതിലുള്ള പരിമിതികളാണ്. ലെറ്റ്സ് ബിഗിൻ.
For reasons that are not very clear, the universe is shockingly well suited for rational human beings to exist. ഈ യൂണിവേഴ്സിലെ കണ്ടീഷൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിരുന്നെങ്കിൽ മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. യൂണിവേഴ്സിലെ ലോസ് ഓഫ് ഫിസിക്സ് ആർ പെർഫെക്റ്റ്. ഫിസിക്കൽ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് എല്ലാം പെർഫെക്റ്റ് ആണ്. സോ പെർഫെക്റ്റ് ഫോർ ഹ്യൂമൻ ബീങ്സ് ടു എക്സിസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ യൂണിവേഴ്സ് മനുഷ്യന്മാർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണെന്നാണോ? ഒരുപാട് TV ഷോസും ഒരുപാട് മൂവീസും സയൻസിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഈ ഐഡിയ ഉപയോഗിക്കും. ദൈവം ഉണ്ടെന്ന് സയന്റിഫിക്കലി ആർഗ്യൂ ചെയ്യാൻ. It's just that gravity is precisely as strong as it needs to be. And if the ratio of the electromagnetic force to the strong force wasn't 1%, life wouldn't exist. What are the odds that would happen all by itself? Precision of the universe at least makes it logical to conclude there's a creator. And yes, in some ways they are right. For example, universeലെ matter density exactly 6 hydrogen atoms per meter cube ആണ്. 6 hydrogen atoms per meter cube is the matter density required to make space flat. അത് 6ൽ കൂടുതലോ കുറവായിരുന്നെങ്കിൽ സ്പേസ് കർവ്ഡ് ആയതിനെ ഈ യൂണിവേഴ്സ് ഈ ഷേപ്പ് ആയിരുന്നിരിക്കില്ലായിരുന്നു, മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഗ്രാവിറ്റി സ്ട്രോങ്ങർ ആയിരുന്നെങ്കിൽ സ്റ്റാർസിന്റെ ഇൻവേർട്ട് പുള്ള് കൂടിയനെ, ഒരുപാട് സ്റ്റാർസ് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മാറിയനെ, ഹ്യൂമൻസ് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഗ്രാവിറ്റി വീക്കർ ആയിരുന്നെങ്കിൽ സ്റ്റാർസിന് വേണ്ട ഇൻവേർട്ട് പ്രഷർ കിട്ടില്ല, ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കില്ല, ഹീറ്റും ലൈറ്റും കിട്ടാതെ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. എന്തിന്? എർത്ത് സണ്ണിന്റെ കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് ഇവപ്പറേറ്റ് ചെയ്തു തന്നെ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. എർത്ത് സണ്ണിൽ നിന്ന് കുറച്ചുകൂടെ പിന്നോട്ടായിരുന്നെങ്കിൽ വാട്ടർ എല്ലാം ഫ്രീസ് ചെയ്ത് തന്നെ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് വാല്യൂ അപ് ടു 120 ഡെസിമൽസ് വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നെങ്കിൽ മനുഷ്യന്മാർ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. എന്തിന്? ഹ്യൂമൻ ബീങ്സിന്റെ IQ ഒരു 30 പോയിന്റ്സ് ലെസർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് യൂണിവേഴ്സിനെ പറ്റി ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി ഹ്യൂമൻസിന് ഉണ്ടാവില്ലായിരുന്നു. സോ എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം? ഒരു ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണോ? അതോ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാണോ ഇതെല്ലാം ഇത്ര പെർഫെക്റ്റ് ആവുന്നത്? ഈ യൂണിവേഴ്സിൽ ലോസ് ഓഫ് ഫിസിക്സ് ഇത്ര കറക്റ്റ് ആവാനും ഫിസിക്കൽ കോൺസ്റ്റൻസിന്റെ വാല്യൂ ഇത്ര പെർഫെക്റ്റ് ആവാനും കാരണം എന്താണെന്ന് സയന്റിസ്റ്റിന് അറിഞ്ഞൂടാ. ഈ മിസ്റ്ററിയെ സയന്റിസ്റ്റ് ദ ഗോൾഡിലോക്സ് എനിഗ്മ അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് ദ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാവാം യൂണിവേഴ്സ് ഇത്ര ഫൈൻ ട്യൂൺഡ് ആവുന്നത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി? ഈ യൂണിവേഴ്സ് ഒരു ദൈവം ഉണ്ടാക്കിയത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ഇനി നമുക്ക് ഓരോ പോസിബിലിറ്റി അനലൈസ് ചെയ്യാം. ഓരോ പോസിബിലിറ്റി അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്തുകൊണ്ടായിരിക്കും ഈ യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റ് എന്ന്. ഇതിൽ ഏത് പോസിബിലിറ്റി ആയിരിക്കും കറക്റ്റ്, എന്താണ് ഇതിൽ റീസണബിൾ, എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു റീക്യാപ്പ്. എന്താണ് ഞാൻ പറയുന്നത്? ഈ യൂണിവേഴ്സിൽ ലോസ് ഓഫ് ഫിസിക്സും ഫിസിക്കൽ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ പെർഫെക്റ്റ് ആണ് മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് എന്തുകൊണ്ടാവാം? ദൈവം ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? നമ്മൾ ഓരോ കാരണങ്ങളെ അനലൈസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കാൻ പോവാണ് ഇതിൽ ഏത് കാരണം, ഏത് പോസിബിലിറ്റി ആയിരിക്കും റീസണബിൾ, എന്തുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റും ഫൈൻ ട്യൂൺഡും ആയിരിക്കുന്നതെന്ന്. ഓക്കെ, ലെറ്റ് us begin. Possibility 1, a deity or a god. The simplest explanation for all this is obviously a god or a deity. ഈ യൂണിവേഴ്സിലെ ഫിസിക്കൽ കോൺസ്റ്റൻസിന്റെ വാല്യൂ ലോസ് ഓഫ് ഫിസിക്സും അല്ല, ഒരു ദൈവം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ദൈവത്തിന് അറിയായിരുന്നു മനുഷ്യരാശി വളർന്നു വരണമെങ്കിൽ ലോസ് ഓഫ് ഫിസിക്സ് എന്തായിരിക്കണമെന്നും ഫിസിക്കൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കണമെന്നും. ആസ് സെഡ് ഇൻ ദ ബുക്ക് ഓഫ് സാംസ്, ദ ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ദ ഫർമമെന്റ് ഷോസ് ഹിസ് ഹാൻഡി വർക്ക്. ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ദൈവമാണ് ഇതെല്ലാം പെർഫെക്റ്റ്ലി ഡിസൈൻ ചെയ്തത് എന്നുള്ളതിനെ നമ്മൾ ദ ടീലിയോളജിക്കൽ ആർഗ്യുമെന്റ് ഓർ ദി ആർഗ്യുമെന്റ് ഫ്രം ഡിസൈൻ എന്ന് വിളിക്കും. ഭയങ്കര ഭക്തന്മാർക്കും വിശ്വാസികൾക്കും എല്ലാം ഇതൊരു കൺവിൻസിങ്ങും റീസണബിൾ ആർഗ്യുമെന്റുമാണ്. പക്ഷെ അല്ലാത്തവർക്ക് ഇത് അത്ര ഒരു റീസണബിൾ ആർഗ്യുമെന്റ് അല്ല. ദൈവമാണ് ഈ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സ് ഉണ്ടാക്കിയെങ്കിൽ ഈ ഫൈൻ ട്യൂൺഡ് ദൈവത്തിനെ ആരുണ്ടാക്കി? ഇനി അതല്ല, ദൈവം മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെങ്കിൽ ദൈവം എന്തിനാണ് മനുഷ്യന്മാരായിട്ട് ഒരു ബന്ധമില്ലാതെ വൾക്കാനോവിനകത്ത് ജീവിക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കിയത്? ഇനി അതല്ല, മനുഷ്യനും ബാക്ടീരിയയ്ക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ദൈവം ഈ ഭൂമി ഉണ്ടാക്കിയെങ്കിൽ ദൈവത്തിന് ഈ ഭൂമി ഉണ്ടാക്കിയ പോരെ, അല്ലെങ്കിൽ ഈ സോളാർ സിസ്റ്റം ഉണ്ടാക്കിയ പോരെ? എന്തിനാണ് 500 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ ഒരു റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളിനകത്തോട്ട് ഒരു സ്റ്റാർ കൺസ്യൂംഡ് ആവുന്നത്? എന്തിനാണ് 100 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അവേ ഒരു സൂപ്പർനോവ എക്സ്പ്ലോർ ചെയ്യുന്നത്? ഇതും നമ്മളുമായിട്ട് എന്ത് കണക്ഷൻ? ഒരു ബന്ധമില്ല. ദൈവം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ചുമ്മാ ഒരു രസത്തിനും. ഇനി അതല്ല, പോട്ടെ, മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെ ദൈവം ഈ ഫുൾ യൂണിവേഴ്സ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എന്തിനാ 16.5 കോടി വർഷം മുമ്പ് ഡൈനോസോർസ് ഈ ഭൂമി ഭരിച്ചത്? ദൈവം എന്തിനാ ഡൈനോസോർസിനെ ഉണ്ടാക്കിയത്? ഇനി അതല്ല, പോട്ടെ, ദൈവം ചുമ്മാ ഈ ഭൂമി എവല്യൂഷൻ വിട്ടുകൊടുത്താണെങ്കിൽ ദൈവം ഒരു ക്രൂരനാണ്.
കാരണം എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഒരു ഭയങ്കര ക്രൂവൽ മെത്തേഡാണ്. നാച്ചുറൽ സെലക്ഷൻ പറയുന്നത് ഈ ഭൂമിയിൽ ഇത്ര റിസോഴ്സസേ ഉള്ളൂ, എല്ലാ ജന്തുക്കളും കൂടെ ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് കുട്ടികൾ ഉണ്ടാക്കിയോ. ഈ റൂളാണോ ദൈവം വെച്ചേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവം ഒരു ക്രൂരനാണ്. ഇതുപോലത്തെ 100 കണക്കിന് ആർഗ്യുമെൻ്റ് ഉണ്ട് ദൈവത്തിനെതിരെ. പക്ഷേ ആസ് ഐ സെഡ്, ഒരു വിശ്വാസിക്കോ അല്ലെങ്കിൽ ഒരു ഭക്തനോ ഇത് കൺവിൻസിങ് ആയിരിക്കില്ല. അവർക്ക് ഈ ആർഗ്യുമെന്റ്സ് ഒന്നും റീസണബിൾ ആയിരിക്കില്ല. ആൻഡ് ദാറ്റ് ഇസ് ഫൈൻ. ദൈവത്തെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട. ടു ഈച്ച് ഹിസ് ഓൺ. എല്ലാവർക്കും അവരുടേതായ വിശ്വാസം. ബട്ട് എനിവേസ്, ഇറ്റ് ഇസ് പ്രിറ്റി ക്ലിയർ ടു മോസ്റ്റ് ഓഫ് us that it's very unlikely ഇതെല്ലാം ഒരു ദൈവം ഉണ്ടാക്കിയതാണെന്നുള്ളത്. അത് അത്ര ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് അല്ല. സോ നമുക്ക് അടുത്ത പോസിബിലിറ്റിയിലേക്ക് വരാം. പോസിബിലിറ്റി നമ്പർ 2, the universe is a fluke. This argument states that we are just extremely lucky. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് യൂണിവേഴ്സ് കറക്റ്റ് ഇങ്ങനെ തന്നെ ആയത്. ഈ ഭൂമി ആർക്ക് വേണ്ടി ആരും ഉണ്ടാക്കിയതല്ല. ബാക്ടീരിയയ്ക്കും മനുഷ്യനും എല്ലാവർക്കും ഈ യൂണിവേഴ്സിൽ ഒരേ വില തന്നെയാണ്. അല്ലാതെ മനുഷ്യന് വേണ്ടി യൂണിവേഴ്സ് ആരും ഉണ്ടാക്കിയതല്ല. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ബൈ ഫ്ലൂക്ക് ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് ലൈക്ക് ദിസ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ യൂണിവേഴ്സിലെ ലോസ് ഓഫ് ഫിസിക്സും ഫിസിക്കൽ കോൺസ്റ്റൻസും എല്ലാം പെർഫെക്റ്റ് ആയി. നോ, ഇതും ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സേയിങ് ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതായിരിക്കും. നമ്മൾ ജസ്റ്റ് പറയാണ് ഇതെല്ലാം ഭാഗ്യം കൊണ്ട് ഇങ്ങനെയാണെന്ന്. സോ ഇതും ബൈ നോ മീൻസ് ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് അല്ല. ഇറ്റ്സ് ഇക്വലൻ ടു സേയിങ് ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. സോ നമുക്കൊരു സ്ട്രോങ്ങർ ആർഗ്യുമെൻറ്റിലേക്ക് പോവാം. പോസിബിലിറ്റി നമ്പർ 3, ദ യൂണിവേഴ്സ് ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ട്യൂൺ. നമ്മൾ പറയുന്നു ഈ യൂണിവേഴ്സ് ഫൈൻ ട്യൂൺഡ് ആണ്, ഈ യൂണിവേഴ്സ് പെർഫെക്റ്റ് ആണ് മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയെന്ന്. പക്ഷേ ചില സയൻറ്റിസ്റ്റ് ഇത് കേട്ടാൽ ചിരിക്കും. അവർ പറയും ഈ യൂണിവേഴ്സ് ഫൈൻ ട്യൂൺഡ് അല്ല, ഈ യൂണിവേഴ്സ് ആക്ച്വലി ഔട്ട് ഓഫ് ട്യൂൺ ആണെന്ന്. ആൻഡ് ഇൻ സം സെൻസ് ദേ ആർ റൈറ്റ്. ഈ യൂണിവേഴ്സിൽ ഭൂമിയിലല്ലാതെ മറ്റൊരിടത്തും മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ പറയുന്ന ഈ യൂണിവേഴ്സ് നമുക്ക് ഫൈൻ ട്യൂൺഡ് ആണ്. എന്തിന് യൂണിവേഴ്സ് വിട്? ഭൂമിയിൽ പോലും മിക്ക സ്ഥലങ്ങളിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഭൂമിയുടെ സർഫസിലെ 70% ഏരിയയും വാട്ടറാണ്. അവിടെ മനുഷ്യന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓഷൻസിൽ എർത്ത്ക്വേക്സ്, സുനാമി, പോയ്സണസ് ആനിമൽസ്, ഡിസീസസ്, ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ തന്നെ മനുഷ്യന് പാടാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ യൂണിവേഴ്സ് നമുക്ക് ഫൈൻ ട്യൂൺഡ് ആണെന്ന്. ഈ യൂണിവേഴ്സിന്റെ വിഡ്ത്ത് 9300 crore light years ആണ്, ഓർ 8.8 × 10⁻23 kilometers. അതിൻ്റെ ഒരു കോണിൽ നിന്നോട്ട് നമ്മൾ പറയുകയാണ് ഈ യൂണിവേഴ്സ് തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. സോ യെസ്, ദ യൂണിവേഴ്സ് ഇസ് നോട്ട് ഫൈൻ ട്യൂൺഡ്, ഇറ്റ് ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ട്യൂൺ. ഈ യൂണിവേഴ്സിലെ 99.9999% ഏരിയയിലും മനുഷ്യന് 10 സെക്കൻഡിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ആസ് സം സയൻറ്റിസ്റ്റ് സേ, ദ യൂണിവേഴ്സ് ഇസ് നോട്ട് റിയലി ഫൈൻ ട്യൂൺഡ് ആൻഡ് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ട്യൂൺ. നോ, ഇത് ആക്ച്വലി ഒരു ഫെയർലി സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആണ്, ഒരു റീസണബിൾ ആർഗ്യുമെൻ്റ് ആണ്. പക്ഷേ ലെറ്റ്സ് മൂവ് ടു സംതിങ് സ്ട്രോങ്ങർ. നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകാം. പോസിബിലിറ്റി നമ്പർ 4, ലൈഫ് അഡാപ്റ്റ്സ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. നോ, ദിസ് ഇസ് എ വെരി സോളിഡ് ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് പറയുന്നത് സറൗണ്ടിങ്സ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ഇവോൾവ് ചെയ്യുന്ന ഒന്നാണ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ കണ്ടീഷൻസ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ അതനുസരിച്ച് ലൈഫ് ഇവോൾവ് ചെയ്തേനെ. ഭൂമിയിൽ ഇത്രയും വെള്ളം നമുക്കുള്ളത് ദൈവം നമുക്ക് കുടിക്കാൻ വേണ്ടി ഒഴിച്ചു തന്നതല്ല. ഭൂമിയിൽ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് വാട്ടർ ആയതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ ക്രീച്ചേഴ്സും ഇവോൾവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 99% ക്രീച്ചേഴ്സിന് വാട്ടർ വേണം. കാരണം ഭൂമിയിൽ ഇത്ര അബണ്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സാണ്, അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇവോൾവ് ചെയ്തതാണ് എല്ലാ ക്രീച്ചേഴ്സും. ഭൂമിയിലെ കണ്ടീഷൻസ് ഡിഫറൻ്റ് ആണെങ്കിൽ, ഭൂമി സൂര്യനോട് മേ ബി ഇത്തിരി ക്ലോസർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ഫാർദർ ആയിരുന്നെങ്കിൽ അതനുസരിച്ച് ഇവോൾവ് ചെയ്തതിന് ലൈഫ്. മറ്റ് ക്രീച്ചേഴ്സ് ആയിരുന്നതിന് ഈ ഭൂമിയിൽ നമ്മളായിരിക്കില്ലായിരുന്നു. വോൾക്കാനോസിനകത്ത് ജീവിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ആർസനിക്കിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആർസനിക് ഹൈലി പോയ്സണസ് ആണ്, അതിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ലൈഫിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും സറൗണ്ടിങ്സ് അനുസരിച്ച്. ഈ യൂണിവേഴ്സ് മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ മേ ബി കാർബൺ ബേസ്ഡ് ലൈഫ് ഫോംസ് പോലും ആയിരിക്കില്ല, സിലിക്കൺ ബേസ്ഡ് ലൈഫ് ഫോംസ് ആയിരുന്നേനെ, നമുക്ക് പറയാൻ പറ്റില്ല. ഈ യൂണിവേഴ്സ് മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ ലൈഫ് മറ്റൊരു രീതിയിൽ ഇവോൾവ് ചെയ്തേനെ. മറ്റ് എലമെൻറ്റ്സ് ഉപയോഗിച്ച്, മറ്റ് സെൻസസ് ഉപയോഗിച്ച് യൂണിവേഴ്സിനെ സെൻസ് ചെയ്ത്. ഈ ആർഗ്യുമെൻ്റ് അനുസരിച്ച് യൂണിവേഴ്സ് ഏത് രീതിയിലും ആവാം. ആൻഡ് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രീതിയിലാണെങ്കിൽ ലൈഫ് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ഇവോൾവ് ചെയ്തോളൂ. യൂണിവേഴ്സ് ഈ രീതിയിലായതുകൊണ്ട് ഇതിനോട് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ഇവോൾവ് ചെയ്യും. നോ, ഇതൊരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആണ്, ഒരു കൺവിൻസിങ് ആർഗ്യുമെൻ്റ് ആണ്. പക്ഷേ എൻ്റെ ഫേവററ്റ് ആർഗ്യുമെൻറ്റ് അടുത്തതാണ്. വി മൂവ് ടു പോസിബിലിറ്റി നമ്പർ 5. There are many universes. Now this is a very logical and reasonable argument. ഈ ആർഗ്യുമെൻ്റ് അനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സ് അല്ല ആകെയുള്ള യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് യൂണിവേഴ്സ് ഉണ്ട്. ആൻഡ് ഓരോ യൂണിവേഴ്സിലും ഓരോ റാൻഡം ലോസ് ഓഫ് ഫിസിക്സും ഓരോ റാൻഡം വാല്യൂസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻസും ആയിരിക്കും. നമ്മുടെ യൂണിവേഴ്സ് പോലെ ചില യൂണിവേഴ്സസിൽ മാത്രം അത് പെർഫെക്റ്റ് ആയിരിക്കും, സച്ച് ദാറ്റ് ലൈഫ് വിൽ എക്സിസ്റ്റ്. ചുരുക്കി പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് യൂണിവേഴ്സ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിലും ഓരോ റാൻഡം വാല്യൂസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻസും ഓരോ റാൻഡം ഫിസിക്സ് ലോസും ആയിരിക്കും.
ചിലതിൽ മാത്രം ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് സോ ദാറ്റ് ലൈഫ് എക്സിസ്റ്റ്. നോ, നിങ്ങൾ ഈ ചിലരെങ്കിലും ഈ ഐഡിയ ഇമ്മീഡിയറ്റ്ലി ഡിസ്കാർഡ് ചെയ്യും. പിന്നെ കുറേ യൂണിവേഴ്സസ് ഉണ്ടല്ലോ, ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ. ഐ വോണ്ട് യു ടു റിമെമ്പർ ദാറ്റ് ത്രൂ ഔട്ട് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ടൈംസ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് നമ്മുടെ സണ്ണാണ് ഈ യൂണിവേഴ്സിലുള്ള ഒരേ ഒരു സണ്ണെന്ന്. ഓവർ ടൈം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സൺ പോലെ കോടിക്കണക്കിന് സൺസ് ഈ മിൽക്കി വേ ഗാലക്സി തന്നെ ഉണ്ടെന്ന്. വർഷങ്ങളോളം മനുഷ്യൻ വിശ്വസിച്ചത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയാണ് ഈ യൂണിവേഴ്സിലുള്ള ആകെയുള്ള ഗാലക്സി എന്ന്. ഓവർ ടൈം മനുഷ്യൻ മനസ്സിലാക്കി നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലെ കോടിക്കണക്കിന് ഗാലക്സീസ് ഉണ്ടെന്ന്. കുറേ നാൾ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ഗാലക്സി ക്ലസ്റ്ററാണ് ഈ യൂണിവേഴ്സിലുള്ള ഒരേ ഒരു ഗാലക്സി ക്ലസ്റ്റർ എന്ന്. ബട്ട് ഓവർ ടൈം നമ്മൾ മനസ്സിലാക്കി അതുപോലെ ഇഷ്ടം പോലെ മറ്റ് ഗാലക്സി ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്ന്. ബൈ വെർച്യൂ ഓഫ് ദാറ്റ് സെയിം ലോജിക്, വൈ ജസ്റ്റ് വൺ യൂണിവേഴ്സ്? നമ്മുടെ യൂണിവേഴ്സ് എന്താ ഇത്ര സ്പെഷ്യൽ? എന്തുകൊണ്ട് ജസ്റ്റ് വൺ യൂണിവേഴ്സ്? നമ്മുടെ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് യൂണിവേഴ്സ് ഉണ്ടാവണം. ആൻഡ് ദർ ഇസ് സോളിഡ് സയൻസ് ടു ബാക്ക് ദിസ് അപ്പ്. നിങ്ങൾക്ക് മൾട്ടിവേഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പാരലൽ വേൾഡ്സ് ആൻഡ് മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു നോക്കാം. അതിൽ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള പാരലൽ വേൾഡ്സിൻ്റെയും മൾട്ടിവേഴ്സിൻ്റെയും ഒക്കെ പിന്നിലുള്ള സയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് മറ്റ് യൂണിവേഴ്സസ് ഉണ്ട്. ഓക്കെ, പക്ഷേ കോടിക്കണക്കിന് മറ്റ് യൂണിവേഴ്സ് ഉണ്ടാകുന്നതും നമ്മുടെ യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റ് ആവുന്നതും തമ്മിൽ എന്ത് കണക്ഷൻ? ഐ റിപ്പീറ്റ്, കോടിക്കണക്കിന് യൂണിവേഴ്സസ് ഉണ്ടാകുന്നതും നമ്മുടെ യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റ് ആവുന്നതും തമ്മിൽ എന്ത് ബന്ധം? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇമാജിൻ നിങ്ങളൊരു മുറിയിലേക്ക്, ഒരു ഹാളിലേക്ക് കയറിപ്പോവാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. നിങ്ങൾ ആ ഹാളിലേക്ക് കയറിപ്പോയപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഹാളിൽ, വേറെ ഒറ്റ മനുഷ്യനില്ല. പെട്ടെന്ന് ഹാളിലെ സ്പീക്കറിൽ നിന്ന് വിന്നിങ് ലോട്ടറിയുടെ നമ്പർ അനൗൺസ് ചെയ്യാണ്. ഇതാണ് വിന്നിങ് ലോട്ടറിയുടെ നമ്പർ എന്ന്. അനൗൺസ് ചെയ്ത നമ്പർ നോക്കുമ്പോൾ എക്സാക്ട്ലി നിങ്ങളുടെ നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? വാവ്, അമേസിങ്, ദിസ് എ മിറക്കിൾ. ആകെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ഒരൊറ്റ ലോട്ടറി ടിക്കറ്റ് ഉള്ളൂ, കറക്റ്റ് എൻ്റെ നമ്പർ അനൗൺസ് ആയി, എനിക്ക് വേണ്ടിയാണ് ഈ ഫുൾ സിസ്റ്റം റൺ ചെയ്തത് തന്നെ. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. അസ്യൂം എ സെക്കൻഡ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഒരു മുറി കയറാണ്, ഒരു ഹാളിൽ കയറാണ്. പക്ഷെ ഇത്തവണ നിങ്ങളെപ്പോലത്തെ ഇഷ്ടം പോലെ ആൾക്കാർ അവരുടെ ലോട്ടറി ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത്തവണ സ്പീക്കറിൽ നിന്ന് വിന്നിങ് ലോട്ടറിയുടെ നമ്പർ അനൗൺസ് ചെയ്തു. നിങ്ങളല്ല ജയിച്ചത്, വേറൊരാളാണ് ജയിച്ചത്. അയാൾ പെട്ടെന്ന് ടിക്കറ്റ് ഉയർത്തി, വാവ് ഞാൻ ജയിച്ചേ ഇറ്റ്സ് എ മിറക്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തവണ നിങ്ങൾക്കറിയാം, ഓക്കെ ലോട്ടറിയാണ്, ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ജയിക്കുന്നു, ജയിച്ച ആൾ വാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്കറിയാം, ഓക്കെ ഇത്രയും പേര് ലോട്ടറി ടിക്കറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓബ്വിയസ്ലി ആരെങ്കിലും ജയിക്കും. ഇനി നമുക്ക് ഒരു മൂന്നാമത്തെ സിനാറിയോ അസ്യൂം ചെയ്യാം. ഈ സിനാറിയോയിൽ നിങ്ങൾ ഈ ലോട്ടറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഞാനും നിങ്ങളും കൂടെ മാറി ഈ ലോട്ടറി കാണുകയാണ്. നമ്മൾ നോക്കുമ്പം ഈ ഹാളിൽ കുറേ പേരിങ്ങനെ ലോട്ടറി ടിക്കറ്റും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇവർക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. എല്ലാവരുടെ വിചാരം ആ ഹാളിൽ അവർ മാത്രമേ ഉള്ളൂ ലോട്ടറി ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. സ്പീക്കറിൽ കൂടെ 3-4 വിന്നിങ് നമ്പേഴ്സ് അനൗൺസ് ആയി. ഇതൊക്കെയാണ് വിന്നിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3-4 എണ്ണം അനൗൺസ് ആയി. ജയിച്ച 3-4 പേര് പെട്ടെന്ന് ടിക്കറ്റ് പോയിക്കൊണ്ട് ഞാൻ ജയിച്ചേ സച്ച് എ മിറക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല. ജയിച്ചവർക്കും തോറ്റവർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. എല്ലാവരുടെയും വിചാരം അവർ മാത്രമേ ഹോളിലുള്ളൂ, കറക്റ്റ് അവരുടെ നമ്പർ അനൗൺസ് ആയിരുന്നു. അവരെന്ത് വിചാരിക്കും? വാവ്, ഞാൻ മാത്രമേ ഈ മുറിയിലുള്ളൂ, കറക്റ്റ് എൻ്റെ നമ്പർ അനൗൺസായി, ഈ ലോട്ടറി തന്നെ ഉണ്ടാക്കിയേക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ സ്പെഷ്യലാണ്. നമ്മുടെ യൂണിവേഴ്സാണ് ഒരേ ഒരു യൂണിവേഴ്സ് നമ്മൾ വിചാരിക്കുമ്പം നമ്മുടെ തോട്ട് പ്രോസസ് എക്സാക്ട്ലി ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും വാ ഒരേ ഒരു യൂണിവേഴ്സ് നമ്മുടെയാണ്, അതിലെല്ലാം ഫൈൻ ട്യൂൺഡാണ്, പെർഫെക്റ്റ് ആണ്, നമുക്ക് വേണ്ടിയാണ് ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതല്ല, നമ്മുടെ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് മറ്റ് യൂണിവേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും ചിലതിൽ ലോസ് ഓഫ് ഫിസിക്സും വാല്യൂസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻസും എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓക്കെ, ഇത് അത്ര ഒരു അത്ഭുതമല്ല, ആരെങ്കിലുമൊക്കെ ഇതിൽ ജയിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ യൂണിവേഴ്സ് മാത്രമാണ് ഒരേ ഒരു യൂണിവേഴ്സ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളും ഇതേ തോട്ട് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. വാവ്, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നിട്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെല്ലാം പെർഫെക്റ്റാണ്, എല്ലാം കറക്റ്റാണ്, ഈ യൂണിവേഴ്സ് തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ അതല്ല, നമ്മുടെ യൂണിവേഴ്സ് പോലെ കോടിക്കണക്കിന് മറ്റ് യൂണിവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു കേസിൽ ഏതെങ്കിലും ചില യൂണിവേഴ്സസിൽ എല്ലാം പെർഫെക്റ്റ് ആയേ പറ്റൂ. അങ്ങനെ ചിന്തിക്കുമ്പം ഇതൊരു അത്ഭുതമല്ല. ഞാൻ ഈ ലാസ്റ്റ് 15 മിനിറ്റായിട്ട് യൂണിവേഴ്സിനെ പറ്റിയും ലൈഫിനെ പറ്റിയും നമ്മുടെ യൂണിവേഴ്സ് ഇത്ര പെർഫെക്റ്റ് ആവാനുള്ള കാരണങ്ങൾ അനലൈസ് ചെയ്തതും എല്ലാം ഒരിക്കലും ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരുപാട് പേര് വിശ്വസിക്കുന്ന പോലെ എനിക്ക് ദൈവത്തിനോട് ഒരു പ്രശ്നവുമില്ല,
എനിക്ക് വിശ്വാസമില്ല. ഐ ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഇംപ്രോബിൾ ദാറ്റ് ഇതെല്ലാം ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ്. ബട്ട് ദർ സ്റ്റിൽ എ വെരി 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 സ്മോൾ ചാൻസ് ദാറ്റ് ഇതെല്ലാം ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ്. എനിക്ക് വിശ്വാസമില്ല. ബട്ട് ദെൻ ടു ഈച്ച് ഹിസ് ഓൺ. ദൈവത്തിൽ വിശ്വസിക്കണോ ഇല്ലയോ എന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ കമൻറ്റ് ചെയ്യാൻ ഞാനാണല്ല. ബട്ട് ദെൻ ദർ ഇസ് വൺ തിങ് ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ്. ഈ വീഡിയോ ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്, സയൻസ് എത്ര അഡ്വാൻസ്ഡ് ആണെന്ന്, മാത്ത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന്, ഫിലോസഫിയും ലോജിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് എന്താണ്. ഹ്യൂമൻ റീസണിങ് ദോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് ഇറ്റ്സ് വെരി അഡ്വാൻസ്ഡ്, ഇറ്റ്സ് വെരി കോംപ്ലക്സ്. ഇത്രയും കോംപ്ലക്സ് ആയ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ റിലീജിയസ് ഫിഗേഴ്സിൽ വിശ്വസിക്കരുത്. രാമൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നും ജീസസ് ദൈവത്തിൻ്റെ മകനായിരുന്നു എന്നും പ്രോഫറ്റിൻ്റെ ദൈവം അയച്ചതായിരുന്നു എന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത്. നോ, വൺസ് അഗൈൻ ഐ എം സേയിങ്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ഐ എം സേയിങ് ഇറ്റ് സിംപ്ലി ബിക്കോസ് ഇറ്റ് മേക്സ് നോ സെൻസ്. ജേം തിയറി ഡിസ്കവർ ചെയ്തത് 1860s അപ്പവും വീങ്ങി ഉണ്ടായിക്കൊണ്ടിരുന്ന ജീസസ് ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, കയ്യിൽ ബാക്ടീരിയ എന്നൊരു സാധനമുണ്ട്, അത് അസുഖം പരത്തുമെന്ന്. ജീസസ് എത്ര ലൈഫ്സ് സേവ് ചെയ്തേനെ. ഇനി പോട്ടെ, അത് കളാം. നിങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ടോ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്ന മനുഷ്യൻ്റെ രൂപമുള്ള ദൈവമാണ് ലൈറ്റിൻ്റെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി കൺട്രോൾ ചെയ്യുന്നതെന്ന്? ഇറ്റ് മേക്സ് നോ സെൻസ്. റിലീജിയസ് ഫിഗേഴ്സിൻ്റെ പേരിൽ നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ വി ആർ ഫൈറ്റിംഗ് ഫോർ സിൽച്ച്, സീറോ, നത്തിങ്. വി ആർ ഫൈറ്റിംഗ് ഫോർ സംതിങ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ശൂന്യതയുടെ പേരിലാണ് നമ്മൾ അടി ഉണ്ടാക്കുന്നത്. റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കറിയാതെ തെറ്റാണെന്ന്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം ഇവർ എന്തിനു വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്. ഇവർ ലാൻഡിന് വേണ്ടിയാണ്, റിസോഴ്സസിന് വേണ്ടിയാണ്, പവറിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്നത്. പക്ഷേ രാമൻ്റെ അള്ളാഹുവിൻ്റെ ഒക്കെ പേരിൽ നമ്മൾ അടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലായ്മയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നത്. വൺസ് അഗൈൻ ഐ എം സേയിങ്, ദൈവത്തിൽ വിശ്വസിച്ചോ, അതിലൊരു തെറ്റുമില്ല. ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്ന ഒരു ക്രിയേറ്റർ ആണെന്ന് വിശ്വസിച്ചോ. പക്ഷേ പുരാണങ്ങളിൽ പറയുന്ന മനുഷ്യന്മാർക്ക് ഈ ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നും അവരുടെ പ്രിൻസിപ്പിൾസ് ആണ് ക്വാണ്ടം ഫിസിക്സ് കണ്ടുപിടിച്ച ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ വി ആർ ഇൻവൈറ്റിംഗ് എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ. സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആസ്ട്രോനോട്ട്സ് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ ഇമോഷണലി ഭയങ്കര ഓവർവെൽംഡ് ആവാറുണ്ട് പലപ്പോഴും. ഭൂമി എത്ര സുന്ദരമാണെന്നും എത്ര വിലപ്പെട്ടതാണെന്നും അവർക്കൊരു തോന്നലുണ്ടാവാറുണ്ട്. ഇതിനെ നമ്മൾ ദ ഓവർവ്യൂ എഫക്റ്റ് എന്ന് വിളിക്കും. ഈ വാസ്റ്റ് കോസ്മിക് അരീനയിൽ ഒരു ചെറിയ ഡോട്ടാണ് നമ്മുടെ ഭൂമി. ഈ ചെറിയ ഡോട്ടിൽ കിടന്നുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾക്ക് കണക്കില്ല. ആണുങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് പെണ്ണുങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഉന്നത ജാതിക്കാരെ സേവിക്കാൻ വേണ്ടിയാണ് കീഴ്ജാതിക്കാരെ ഉണ്ടാക്കിയിരിക്കുന്നത്, മനുഷ്യനെ സേവിക്കാൻ വേണ്ടിയാണ് മൃഗങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ ഡോട്ടിൻ്റെ രാജാക്കന്മാരാകാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ യൂണിവേഴ്സിൻ്റെ സൈസ് 8.8 × 10⁻23 കിലോമീറ്റേഴ്സാണ്. ആ സൈസ് വെച്ച് നോക്കുമ്പം ഭൂമി ഒരാറ്റത്തിനേക്കാൾ ചെറുതാണ്. ഈ യൂണിവേഴ്സിൻ്റെ അറ്റം വരെ ഒന്നും പോണ്ട, എന്തിന് സോളാർ സിസ്റ്റത്തിൻ്റെ അറ്റം വരെ പോണ്ട. മാർസിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ ഭൂമി വെറും ഒരു ചെറിയ നീല ഡോട്ടാണ്. അതിനുശേഷം എവിടെ നിന്ന് നോക്കിയാലും ഭൂമി വെറും ഒരു പെയിൽ ബ്ലൂ ഡോട്ടാണ്. ഈ പെയിൽ ബ്ലൂ ഡോട്ടിനെ പറ്റി ഫേമസ് ആസ്ട്രോണമറായ കാൾ സേഗൻ പറയുന്നത് ഇങ്ങനെയാണ്: ലുക്ക് അഗൈൻ അറ്റ് ദാറ്റ് ഡോട്ട്, ദാറ്റ്സ് ഹിയർ, ദാറ്റ്സ് ഹോം, ദാറ്റ്സ് us. On it lived everyone you love, everyone you know, everyone you ever heard of, every hunter and forager, every hero and coward, every creator and destroyer of civilization, every king and peasant, every young couple in love, every mother and father, every hopeful child, every inventor and explorer, every teacher of morals, every corrupt politician, every superstar, every supreme leader, every saint and every sinner, everyone in the history of our species lived there on a mote of dust suspended in a sunbeam. Thanks for watching.